കഥ പറഞ്ഞുറക്കുന്ന കോടിക്കൽ തീരവും അഴലിനെ മായ്ച്ചിടും മകനാപ്പുഴയും. കഥ പറഞ്ഞുറങ്ങുന്ന കോടിക്കൽ തീരവും അഴലിനെ മായ്ച്ചിടും മകനാപ്പുഴയും. നീലാകാശങ്ങൾക്ക് ചുംബനമേകും കിടന്നിക്കുന്നു മലബാറിന്നു കാവലിരിക്കും വെള്ളിയൻ കല്ലും. അസ്സലാമു അലൈക്കും. ബക്കർ തിക്കോടി, അതായത് ഞാൻ ഏറ്റവും കൂടുതൽ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത് ബക്കർക്ക എന്ന് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി തരാൻ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹു നിശ്ചയിക്കപ്പെട്ടത് എന്ന് തന്നെ പറയാനാണ് ബക്കർക്കയാണ്. കാരണം ഞാൻ ഈ ഇരിക്കുന്ന ഈ വീട്ടിൽ പെയിൻറ്റിങ്ങിനാണ് ആദ്യമായിട്ട് വരുന്നത്. അതിന് കുറച്ച് മുമ്പാണ് ഞാൻ ബക്കർക്കാനെ കാണുന്നത്. അതിൻ്റെ മുമ്പ് ബക്കർക്ക ഇങ്ങനെ ആൾക്കാർ പറയലാണ്, എനിക്ക് ആളെ അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അതുവഴി എൻ്റെ ഉപജീവന മാർഗത്തിന് ഒരു കുവൈത്തിലേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നു. അതുവഴി ഞങ്ങൾ ഒരുപാട് സ്നേഹങ്ങൾ പങ്കുവച്ചു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ എനിക്ക് ഒരുപാട് ബർക്കത്തുകളൊക്കെ കിട്ടാനുള്ള സാധ്യതകൾക്ക് ബക്കർക്ക കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടും സ്നേഹവും കൊള്ളുന്ന ഒരാൾ തന്നെയാണ്. അതേ തിരിച്ച് ഞാൻ അങ്ങോട്ട് പറയുന്നു. ഇൻഷാ അല്ലാഹ് അള്ളാഹു എന്നെ ഉയർത്തി തരട്ടെ. എൻ്റെ മക്കൾ ഹലാല നല്ല മക്കളായി വളർന്നുകൊണ്ട് അവരെ കൊണ്ടുവന്ന എല്ലാ ഇതും എനിക്ക് സന്തോഷവും കിട്ടട്ടെ. എനിക്ക് തന്ന സന്തോഷം തന്നെ തിരിച്ച് ഞാൻ തന്നെ എനിക്ക് പങ്കിടുക. കാരണം വെച്ചാൽ ഇത്ര സ്നേഹത്തോടെ നമ്മളോട് സംസാരിക്കുന്നതിന് എനിക്ക് എന്താ പറയുക, ഞാൻ ഇത്ര ബഹുമാനിക്കണം. എന്നാലായിട്ട് വലിയൊരാളായിട്ടാണ് ഞാൻ നിന്നെ കാണേണ്ടത്. കാരണം അത്രയും നല്ല രീതിയിലാണ് എന്നോട് ഇങ്ങനെ ഒരു പരിപാടി എടുക്കാനും പിന്നെ നിങ്ങളെ ചരിത്രം ഒന്ന് പറയാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അപ്പം എന്നാലും പറഞ്ഞല്ല എനിക്ക് വേണം പറഞ്ഞ് നിർബന്ധിച്ചൊരാളും കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിങ്ങളതിൻ്റെ പേരിൽ വന്നത് മാത്രമേ. എൻ്റെ കുറേ ആൾക്കാർ പറഞ്ഞിട്ട് ഞാൻ നിന്നിട്ടില്ല. പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം കൂടപ്പറപ്പിൻ്റെ മേലെയാണ്, അതിൻ്റെ പേരിൽ മാത്രം നിന്നതാണ്. ഇൻഷാ അല്ലാഹ് എന്താ വേണ്ടി ചോദിക്കാം. അമീൻ അമീൻ. ഇപ്പോൾ ഒരു കോട്ടം ഇല്ലാണ്ട് നിലനിർത്തട്ടെ. അമീൻ. അപ്പോൾ ബക്കർക്കാനോട് ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നുണ്ട്, കോടിക്കലിൻ്റെ ചരിത്രം എന്ന ഡോക്യുമെൻ്ററിക്കാണ് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ബക്കർക്ക ഏത് കാലഘട്ടത്തിലായിരുന്നു കോടിക്കൽ സ്കൂൾ മദ്രസയിലൊക്കെ പഠിച്ചത്? ഞാൻ പഠിച്ചത് എനിക്ക് തോന്നുന്നു 70 കാലഘട്ടത്തിലാണ് കോടിക്കൽ മദ്രസയിൽ സ്കൂളിലായിരുന്നു പഠിച്ചത്. 70 സ്കൂളിലായിരുന്നു. ആ കാലഘട്ടത്തിൽ പിതാവുണ്ടായിരുന്നോ? പിതാവുണ്ടായിരുന്നു. ഇവിടെ തമിഴ്നാട്ടിലായിരുന്നു. കച്ചവടമായിരുന്നു. കച്ചവടം എന്ന് വെച്ചാൽ സ്റ്റേഷനറി ബിസിനസ്സും പിന്നെ ഡ്രൈ ഫിഷ് ബിസിനസ്സും ഒക്കെ ഹോൾസെയിലും റിറ്റെയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നല്ല ഹൈ ലെവലായിരുന്നു പാപ്പ. പക്ഷെ നമുക്ക് നമ്മുടെ ജീവിതം ഇന്നത്തെ എന്താ പറയുക, ഇന്നത്തെ നമ്മളെ ബാപ്പാമാർ പോലത്തെ കാക്കന്മാർ പ്രായമുള്ള ആൾക്കാർ ഇന്നത്തെ ആദിത്യം ജീവിതമാണല്ലോ. അപ്പോൾ ഉമ്മ പറയുന്നതിൻ്റെ വില മക്കൾ നീങ്ങൂല. ഉമ്മ പറയാണ് ഒക്കെ ചെലവിന് കൊടുക്കേണ്ട, എന്നാൽ കൊടുക്കൂല. ആ കാലഘട്ടങ്ങളായിരുന്നു. അപ്പം ഞാനത് സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 73 അങ്ങനെയാണ് നാട് വിട്ട്. 3ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 3ാം ക്ലാസ് ഫുള്ളാക്കിയില്ല. 2 പാസ്സായി, 3 പാസ്സായി. ഒരു 5-6 മാസം നിന്ന് പോകേണ്ടി വന്നു. കാരണം ഉമ്മക്ക് പട്ടിണി കിടക്കുന്നത് കണ്ടിട്ട് പോകേണ്ടി വന്നു. അപ്പം ഈ സ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്യായിരുന്നു, കടല വെക്കും, അരിയില വെക്കും. കോടിക്കൽ മദ്രസയിൽ സ്കൂളും കൂടി. അപ്പം വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് 25 പൈസ 40 പൈസ കിട്ടും. അതുകൊണ്ട് നമുക്ക് അത് മതി. ആ കാലഘട്ടത്തിൽ അത് വലിയ പൈസയാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് വന്നാൽ ചിലപ്പോൾ ഞാൻ മീൻ കൂടുതലുള്ള സമയത്ത് ബത്തൊക്കെ മുറിച്ചുകൊണ്ട് വെക്കും. അപ്പോൾ വിറ്റ് പിന്നെ വീട്ടിലെ ദാരിദ്ര്യം കണ്ടപ്പോൾ എനിക്ക് നാട് വിടുന്നു തോന്നി. അപ്പോൾ അപ്പയും വിളിപ്പിച്ചു, അങ്ങോട്ട് പോരും പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ 3-4 ആൾക്കാർ ഒന്നേ നാട് വിട്ടിട്ടുണ്ട്. ഞാൻ കരീം പിന്നെ വേറെ കുഞ്ഞോക്കാന്ന് പറഞ്ഞു, പിന്നെ ഒരു കുഞ്ഞാനിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നായിട്ട് പാപ്പൻ്റെ അടുത്ത് പോയതാ. പാപ്പാക്കടെ സ്വാധീനവും കാര്യമൊക്കെ ഉണ്ട്. കുറേ ആൾ പാപ്പൻ്റെ അടുത്ത് നിന്ന് കുഞ്ഞുമോനിക്ക അത് കുട്ടിക്ക് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരോ മേഖലയ്ക്ക് പോയി തൈല് കുട്ടിക്ക തൈല് കുഞ്ഞുമോനിക്ക എല്ലാം ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. പുറകെ തിരിച്ചു വന്നു. അതങ്ങനെ ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പുതിയ തലമുറക്ക് ആളുകളെ തിരിച്ചറിയില്ല. അപ്പം പിന്നെ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ആ നാട് വിടൽ ഭയങ്കര ഒരു ഇതായിരുന്നു, ത്യാഗമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നേരം എനിക്ക് തോന്നുന്നു എൻ്റെ വയസ്സ് ഒരു 9 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. 9 വയസ്സൊക്കെ ഉണ്ടാവും. 3ാം ക്ലാസ് പാസ്സായിക്കുള്ളൂ. അന്ന് 5 വയസ്സ് 6 വയസ്സിൽ സ്കൂൾ ചേർത്തുള്ളൂ. അപ്പോൾ കുറേ ജീവിത ചരിത്രമാണ്. എന്ന് വെച്ചാൽ വാപ്പാട് റിച്ചായിരുന്നു. വാപ്പാട് കല്യാണം കഴിച്ചിരുന്നു. അതിൽ 2 കുട്ടികളുണ്ടായിരുന്നു. അതിൽ നല്ല ഹൈ ലെവൽ എഡ്യൂക്കേഷനൊക്കെ ആയിരുന്നു ഉണ്ടാക്കും. അപ്പം ഞാൻ അന്നേരം എൻ്റെ ഇളാമരോട് താമസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ താമസത്തിൽ നിൽക്കുന്ന വെച്ചാൽ എന്നോട് ഭയങ്കര വെറുപ്പാണ്. എന്ന് വെച്ചാൽ
ഇവൻ വളർന്നു വന്നു കഴിഞ്ഞാൽ ബാപ്പ അങ്ങ് പോയി പോകുമെന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ ദിവസം അടിയും കുത്തുന്നതാണ്, രാവിലെ വൈകുന്നേരം അടിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു ഇത് വന്നു, എന്തോ ഭാഷ കൂടി എനിക്ക് വെറുപ്പം കൂടി. അപ്പോഴത്തേക്ക് ഏകദേശം 9-10 വയസ്സായിട്ടുണ്ടാവും. അപ്പം ഞാൻ ഇത് പണിയെടുക്കും. എനിക്ക് ചുറ്റുപാടുള്ള കുട്ടികളെ ഇതേപോലെ മക്കളെ എൻ്റെ കൂട്ടുകാരായിട്ട് കൂട്ടും. അപ്പം പീടികയിലാണെങ്കിൽ നല്ല കച്ചവടമാണ്. അപ്പം ഞാൻ പറയും, നിങ്ങൾ 5 ഉറുപ്പ്യ കൊണ്ടു തരാം, ഞാൻ ബാക്കി 20 ഉറുപ്പ്യൻ്റെ ബാക്കി തരാം കേട്ടോ. ബാക്കി 10 ഉറുപ്പ്യൻ്റെ ബാക്കി 20 ഉറുപ്പ്യൻ്റെ 50 ഉറുപ്പ്യൻ്റെ ബാക്കി തരും. അത് നിങ്ങളവിടെ വിളിച്ചോളുക. പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഞാൻ ഉച്ചക്ക് പിന്നെ മാർക്കറ്റിൽ ഷീട്ടും കൊണ്ടുപോകും സാധനം വാങ്ങാൻ. അപ്പോൾ അത് കൊടുക്കാൻ പോകുന്നതിന് പോയിട്ട് ഞാൻ നല്ല ഭക്ഷണം കഴിക്കും, നല്ല ഭക്ഷണം. നമ്മൾ ബിരിയാണി ഇതെല്ലാം കഴിച്ചു. അതെൻ്റെ ഇതുള്ളൂ. പിന്നെ സൈക്കിൾ പഠിക്കാൻ പോകും. ബാക്കി എല്ലാ പിള്ളേർക്കാണ് പൈസ. ഇത് കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് പീടികയെല്ലാം കാലിയാണ്, കച്ചവടമുണ്ട്, പൈസ എടുക്കുമെന്ന് അറിയുന്നില്ല. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഇതിൽപ്പെട്ട എൻ്റെ ഗ്യാങ്പ്പെട്ട ചെക്കനായിട്ട് തെറ്റി കീർത്തനായിട്ട്. അവൻ ഒരു പോലീസുകാരൻ്റെ മോനാണ്. അവൻ പഠിക്കുന്ന എൻ്റെ ഏട്ടൻ്റെ കൂടെ പഠിക്കുന്നു, ചെറുക്കൻ ഒരു സ്കൂളിൽ പഠിക്കുന്നു. അപ്പോൾ ഇവൻ പോയി പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ഇളം എന്ത് ചെയ്തെന്ന് വെച്ചാൽ 2 തോട്ടം ഇട്ടിട്ട് ഉണ്ടല്ലോ, കപാടാണല്ലോ, ഇങ്ങനെ ഇവൻ വരുന്ന പിള്ളേരെ നോട്ട് ചെയ്ത് ഞാൻ പൈസ കൊടുത്ത് തിരിച്ചു കൊടുക്കുമ്പോൾ കൈ പിടിച്ച് ഇത്ര ബാലൻസ് കൊടുക്കുന്നു. പിടിച്ച് കൊണ്ടുപോയി റൂമിലിട്ട് പൂട്ടി കാലിൻ്റെ അടിയിൽ പോലീസുകാർ അടിക്കുമ്പോൾ അടിച്ച് പണിയൊക്കെ കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പനിച്ചു, ഛർദ്ദിച്ച് ഇതാക്കി. പിന്നെ പനി വന്നു, അടിയിൽ വെറുതല്ലേ. ഇങ്ങനെ വാപ്പനോട് ഞാൻ പറഞ്ഞു, നിൽക്കുന്ന നാട്ടിൽ കൂടെ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് മാറ്റാം. ഞാൻ പത്രാൽ മോനല്ലേ, അപ്പോൾ വാപ്പ കൊണ്ടുവച്ച് മാർക്കറ്റിലിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് വരില്ല. പിന്നെ വീട്ടിലേക്ക് വരില്ല. ഞാൻ അവിടെ മാർക്കറ്റ് തന്നെ കിടക്കും. കിടക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ഈ മാർക്കറ്റിൽ ഇറച്ചി മുറിക്കുന്ന മാർക്കറ്റിൽ ഇങ്ങനത്തെ പലകണ്ട് അതിൻ്റെ മുകളിൽ കിടക്കും. വലിയ മാർക്കറ്റാകുമ്പോൾ രാത്രി പൂട്ടും. പിന്നെ ഒരു നായുണ്ടാവും കാവലിന്. പിന്നെ എൻ്റെ കൂടെ എൻ്റെ എളാപ്പാൻ്റെ എല്ലാം ചില ആൾക്കാരുടെ മാർക്കറ്റ് പീഡ കാലിയാന്ന് എടുത്ത് കിടന്നുറങ്ങും. വെല്ലൂർ ഫിഷ് മാർക്കറ്റിൽ. അപ്പം ഞാൻ ചിലപ്പോൾ ചൂടുകാലത്ത് തന്നെ അതിൻ്റെ ഉള്ളിൽ കിടക്കും, പുറത്ത് കിടക്കും, റോഡുമേ കിടക്കും. അതിന് 5 മണിക്ക് അടിക്കുമ്പോൾ ചിലപ്പോൾ നായും വന്ന് നമ്മളിവിടെ കിടന്നിട്ടുണ്ട് പറയാം. അപ്പം അങ്ങനെ വന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് അവിടെ നിന്ന് ഞാൻ 15 വയസ്സ് വരെ പിടിച്ചു വന്നു. പിന്നെ എൻ്റെ കയ്യിൽ കുരുത്തക്കെടായിരുന്നു, ചെറിയ കുരുത്തക്കെടൊന്നുമില്ല. അങ്ങനെ വാപ്പ എന്നെ അവിടെ നിന്ന് മൂത്തേട്ടന് ഇങ്ങനെ ഇത് എനിക്ക് എബ്രോ പെരുന്നുകൊണ്ട് വീസ അടിച്ച് പാസ്പോർട്ട് എടുത്തു. 15-ാമത്തെ വയസ്സിൽ. അപ്പം അവിടുന്ന് 6 മാസം കഴിഞ്ഞാൽ പാസ്പോർട്ട് കിട്ടും. കാരണം അത് എംപിൻ്റെ ഒപ്പം അങ്ങനെ പാസ്പോർട്ട് കിട്ടി. ഞാൻ നാട്ടിൽ വന്ന്. അപ്പം നമ്മൾ തൈല കുഞ്ഞുമോനക്കാം വിസ ഉണ്ടെന്ന് പറഞ്ഞു. ആ വിസ പറഞ്ഞു വിസ എടുത്തു വന്നാൽ അങ്ങനെ വിസക്ക് കൊടുത്തു. അവിടുന്ന് 1 മാസത്തിനുള്ളിൽ വിസയും കിട്ടി. അങ്ങനെ വാപ്പ കൊണ്ടന്ന് ക്യാഷ് കൊടുത്തു, വിസ വാങ്ങി. അത് നമ്മൾ വലിയ കട്ടിൽ ഇബ്രാഹിക്ക് അയച്ചതാണ്. വലിയ കട്ടിൽ ഇബ്രാഹിക്കയും ഒരു അബൂബക്കർ എന്ന് പറഞ്ഞ അങ്ങപ്പുണ്ടല്ലോ, പെരപ്പനക്കാരില്ല. അപ്പോൾ ആ വിസക്ക് പൈസ വാപ്പ കുവൈറ്റിലേക്ക് 1000 ഉറുപ്പ്യ കൊടുത്തു അവർ ക്യാഷ്. പിന്നെ പോകാനുള്ള ചെലവും 5,000 ഉറുപ്പ്യക്ക്. 1980 എന്ന് പറഞ്ഞാൽ 1000 ഉറുപ്പ്യ നമുക്ക് ഫ്രീ വിസ കിട്ടും. അതല്ല ഞാൻ ഫ്രീ വിസ ആണെന്ന് ഞാൻ പോയിക്കുന്നത്. പക്ഷെ നോക്കിയപ്പോൾ വീട്ടിലെ നല്ല പ്രശ്നമില്ല, നല്ല നിലവരെ എത്തിച്ചു. അങ്ങനെ പിന്നെ ബാപ്പ അവിടെ നിന്ന് വന്നു, എല്ലാവരും ക്യാഷ് കൊടുത്തു. ബാപ്പ എന്നെ ഡിപ്പോർട്ട് ചെയ്താണല്ലോ ഇവിടെ തമിഴ്നാട്ടിൽ. അപ്പോൾ എൻ്റെ സമയം തലേന്ന് നോക്കണത്. ഇപ്പം 17-ാമത്തെ വയസ്സിൽ നേരെ കുവൈറ്റിൽ പോയി. ബാപ്പാൻ്റെ സ്നേഹം ഞാൻ അന്ന് എൻ്റെ ബാപ്പാൻ്റെ സ്നേഹം കണ്ടേ. അങ്ങനെ ബാപ്പ ഇവിടുന്ന് നേരെ ബോംബെ കൊണ്ടുപോയി. ബോംബെയിൽ നിന്ന് എവിടെയെങ്കിലും വഴിതെറ്റി പോകണമെന്ന് വെച്ചു. അവിടുന്ന് ഒരാഴ്ച പോയി 10 ദിവസം കഴിഞ്ഞ് പോകണമെങ്കിൽ ആ ടിക്കറ്റിലും. അങ്ങനെ ബോംബെ എയർപോർട്ടിലെത്തി. അവിടുന്ന് പിടിച്ചൊറ്റ കെട്ടിപ്പിടിക്കുക കഴിഞ്ഞിട്ട്. പക്ഷെ അന്നാണ് എൻ്റെ ബാപ്പാൻ്റെ സ്നേഹം ഞാൻ തിരിച്ചറിയുന്നത്. ഈ ബാപ്പനെ തന്നെ ഞാൻ നശിപ്പിക്കാൻ പോയ ബാപ്പ. കാരണം എനിക്ക് എൻ്റെ ഉമ്മ ഇവിടെ പട്ടിണി കിടക്കുന്നത് എനിക്ക് താങ്ങാൻ പറ്റില്ല. പിന്നെ വാപ്പ ഇങ്ങോട്ട് പൈസ അയക്കലും കാര്യങ്ങളൊക്കെ ഭംഗിയായി തുടങ്ങി. ഞാനുള്ളപ്പം തന്നെ ഉണ്ട്. ഞാൻ പോയി 2 വർഷം കഴിയുമ്പോൾ ഇതാക്കായി. പിന്നെ എൻ്റെ പെങ്ങളെ കെട്ടിച്ചു, മൂത്ത പെങ്ങളെ കെട്ടിച്ചു. വാപ്പ അവിടെ നിന്ന് പൊന്നസ്ഥലം കൊണ്ടാണ് കൊല്ലാണ്ടി കെട്ടിച്ചു. അവിടുന്ന് ഞാൻ എംബയിൽ പോയി. ഓഗസ്റ്റ് 20 അവിടെ ഇറങ്ങുന്നത് 1980. ഇപ്പം എന്ന് വെച്ചാൽ 42 വർഷം കഴിഞ്ഞു ക്ലിയറായിട്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ പിന്നെ അറബിപ്പുരയിലാണ്. ഞാനും സലാമുണ്ട്, വലിയ കടൽ സലാം അറിയോ, മെച്ചുവേ അള്ളാഹു റഹ്മാക്കട്ടെ. എൻ്റെ കൂടെ പോയതാണ്. 2 ഒന്നായിട്ട് പോകുന്നത്. 2 എയർപോർട്ടിൽ ഇറങ്ങി നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി. അവിടുന്ന് ഭക്ഷണം തന്നു.
അപ്പം എന്നോട് പറഞ്ഞ് നിൻ്റെ വീട് ഇങ്ങപ്പുറമാണ് അസാവിലും അവൻ്റെ വീട് ഫൈലാണ് അപ്പോൾ അന്ന് പിടിക്കാൻ ബഷീർക്കലുണ്ടേ. അപ്പോൾ എന്നോട് വെച്ച് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല, ഞാൻ നാട് വിട്ടതാണ്. ഇനി എൻ്റെ ഇങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുവരണം, വീട് ഇതാക്കണം, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. 30 ദിനാർ ശമ്പളമാണ് എന്ന് വെച്ചാൽ 750 രൂപ ഇവിടുത്തെ 750 രൂപ അന്ന്. 750 രൂപ അത് വലിയൊരു പൈസയും കൂടിയാണ്. ഇങ്ങനെ സലാമിനെ അവിടെ കൊണ്ടായി. സലാം എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു കച്ചൽ എൻ്റെ ഉമ്മനെ കാണണം, എന്നെങ്ങനെ കയറിച്ചു പറഞ്ഞു. ഞാൻ പോവില്ല. അവിടുന്ന് 2 ദിവസം 3 ദിവസം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടാക്കി. പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് പിടിച്ച് പിന്നെ തിരിച്ചു പോകുന്നു ഒന്നുമില്ല. കാരണം ഞാൻ വീട്ടിൽ പോയി ഈ സ്പോൺസർ മനസ്സിലൊരു ത്യാഗം ഉണ്ടല്ലോ. എനിക്കൊരു എന്താ പറയുക, ഒരു ഉദ്ദേശം ഉണ്ടല്ലോ. എൻ്റെ ഉമ്മങ്ങന്മാർ കഷ്ടപ്പെടാൻ പാടില്ല, ഉമ്മമാർ പട്ടിണി എടുക്കാൻ പാടില്ല. ആ നിലപാടെടുത്തോ ഞാൻ. ആ നിലപാടെടുത്തുകൊണ്ടാണ് എൻ്റെ ത്യാഗം ഞാൻ ചെയ്യുന്നത്. ആകെ ഒറ്റ മോനിലുള്ളൂ, വേറെ ആൺകുട്ടികളില്ലല്ലോ, 3 പെൺകുട്ടികളും. ഒന്നിനെ വാപ്പ കെട്ടിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് വാപ്പൻ്റെ ഞാൻ തടം മറിച്ചാൽ എനിക്ക് വാപ്പനെ കുറേ അപ്പം പിന്നെ 2ാമത്തെ കെട്ടിക്കണം, 3ാമത്തെ കെട്ടിക്കണം വേണ്ടേ. അങ്ങനെ പിടിച്ച് നിന്ന് ഞാൻ പോയി. പിറ്റേന്ന് കളവ് നമ്മളെ ചൈനൻ്റെ സെയിം സെറ്റ് കാതിനാറിൻ്റെ അന്ന് 50 100 ദിവസങ്ങളും അത് കക്കൂസിലിട്ട് പറഞ്ഞല്ല, വലിയ വലിയ കട്ടായിട്ടല്ല അന്നത്തെ. ഞാൻ വെള്ളത്തെ എന്നോട് എടുക്കുന്നതാണ്, വെള്ളത്തൊക്കെ എടുത്ത് സുട്ട് കയ്യെ പോകുമല്ലോ. അന്നത്രയും ഇതുണ്ട് ഉള്ളിൽ. അങ്ങനെ എന്ത് ചെയ്യാൻ തയ്യാറായിട്ട്, മരിക്കാനും ജീവിക്കാനും തയ്യാറായിട്ട്. അങ്ങനെ ഞാൻ എടുത്തു കൊടുത്തു. കളവിന് ഭയങ്കര സന്തോഷമൊക്കെ. പിന്നെ സോപ്പിലിട്ട് കഴിയാൻ ക്ലിയറായി. പിന്നെ പിള്ളേന് ഭയങ്കര കാര്യമാണ്. എനിക്ക് രാവിലെ ഉച്ചവരെ പണിയുണ്ടോ, അതിങ്ങനെ എവിടെയെങ്കിലും പോയി തണ്ടാൻ പോകും. കാരണം രാവിലെ എടുത്തിട്ട് എന്ത് കൊടുക്കണം, 100 കിലോൻ്റെ കോതമ്പിൻ്റെ ഇതുണ്ട് അന്ന് 100 കിലോ. അത് രാവിലെ 2-3 ചാക്കിട്ട് കളവിൻ്റെ വണ്ടിയിൽ കൊടുക്കണം പുറത്ത്. അത് കളവിന് ഭയങ്കര സന്തോഷമാണ്. ചെറുപ്പത്തിൽ ചെറിയ 17 വയസ്സുള്ള ചെക്കനായി ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ലോഡ് വന്നാലും കുറേയൊക്കെ ഞാൻ ഇറക്കി കൊടുക്കും. അങ്ങനെ കളവിന് ഭയങ്കര ബന്ധങ്ങളാണ്. പിന്നെ വീട്ടിൽ നിന്ന് 1-2 പ്രാവശ്യം കശപിശായി അടിയായി. ഞാൻ ചാടിപ്പോയി. പിന്നെ കളവ് സ്പോൺസർ വന്നതിന് കൂട്ടിക്കൊണ്ടുവന്നു. സ്പോൺസർ എന്നോട് പറഞ്ഞു എന്തിനിങ്ങനെ ചെയ്യുന്നു ഉമ്മാനും. കാരണം അവൻ്റെ അനിയൻ അടിച്ചത് ഉമ്മാക്കായി പോയിട്ടുണ്ട്. എന്നെ അടിക്കാൻ വന്നപ്പോൾ എൻ്റെ അനിയൻ അടിച്ച് കൊണ്ടത് ഉമ്മാക്കായി പോയി. എന്തിനും ഉമ്മാനെ അടിച്ചു. ഞാൻ പറഞ്ഞു ഉമ്മാനെ അടിച്ചല്ല. വന്നിട്ട് എന്നെ പ്രസ്താക്കുമ്പോൾ അടിച്ചു പോകാൻ. ഞാൻ പറഞ്ഞു ഞാൻ വരാം ഒരു കണ്ടീഷനിൽ. 2 കൊല്ലം കഴിഞ്ഞതിൻ്റെ മുമ്പ് എനിക്ക് തനാസിൽ കയറണം, എന്നാൽ മാത്രമല്ല എന്നെ കയറ്റി വിട്ടുവന്നു. അവൻ പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സ്നേഹം തന്നെ. അപ്പം ആയിക്കോട്ടെ തനാസിലായിരുന്നു. അപ്പം ആ സമയമായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തനാസിൽ വേണം. അങ്ങനെ തനാസിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പക്ഷേ 500-550 ദിനാർ ഉണക്കാൻ പഠിക്കുന്നത്. അന്ന് 5 കൊല്ലത്തേക്കാൻ പഠിക്കാം. 2 കൊല്ലം 3 എല്ലാം അടിക്കാം. 550 550 ഇടുന്നുണ്ട്. 5 പൈസ ഉണ്ട്. ഇന്ന് പറ്റില്ല 550. ഇന്നും പ്രയാസമാണ് എല്ലാവർക്കും. അതിൽ ഉള്ളവനിക്കുണ്ട്, എന്നെ പോലത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ സാധിച്ചു തരും. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്തുനിന്ന് ഈ അവിടുന്ന് ഇവിടുന്നെല്ലാം തപ്പി കൊടുത്ത് 550 കൊടുത്ത് പിന്നെ അക്കാൻ പഠിപ്പിച്ചു. 5 കൊല്ലത്തെ പഠിപ്പിച്ചു. അതിൽ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഇപ്പോൾ ഞാൻ ഈ കുവൈത്തിൻ്റെ വീട്ടിലുള്ള സമയത്ത് ഒരു വരുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ കഫീലിൻ്റെ മോൻ്റെ കൂട്ടുകാരാണ്. ഞാൻ കഫീലിൻ്റെ മോനൊക്കെ വലിയ ബന്ധമാണ്. അപ്പോൾ പറഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞവരെ കണ്ട് പരിചയപ്പെടുത്തി. 1-2 വിസ വേണം. അപ്പോൾ അങ്ങനെ എടുക്കാം, വിസ എടുക്കാം. അങ്ങനെ പരിചയപ്പെടുത്തി വിസ എടുക്കൽ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും വന്ന പൈസ വായ്പ മാവും കൊണ്ട് തരുന്നില്ല അവർക്കാർ. അവിടുന്ന് എൻ്റെ എനിക്ക് എൻ്റെ വിസ മാറ്റണം. വിസ ചിലപ്പോൾ സൂണാക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് 84 അങ്ങനെ സൂണാക്കും. ഓന് എന്നെ സൂണാക്കി കൊണ്ടുവന്ന് ലൈസൻസ് കൊണ്ട് എൻ്റെ തലയിൽ തന്നു. ലൈസൻസ് കൊണ്ടെത്തത് 85-ലാണ്. 84 വിസ ആക്കും. അവിടുന്ന് പിന്നെ ഞാൻ പിന്നെ ഇവിടുന്ന് പുറത്ത് വന്നതിന് ശേഷം ആദ്യം എടുത്ത പണി പൊട്ടിക്കാൻ പോകും. ചുമര് പൊട്ടിച്ചിട്ട് പൈപ്പ് ഇടുക, മറ്റേ ഇലക്ട്രിക്കിൻ്റെ. അതെ, അത് കഴിഞ്ഞിട്ട് ഭൂമിൻ്റെ അടി കൂടെ ഈ EPI എന്ന് പറഞ്ഞൊരു കമ്പനിയോട് ചെയ്ത് ജോലിയുണ്ട് വീടിൽ. അപ്പോൾ അതിൻ്റെ സിമെൻറ്റ് പൈപ്പാണ്. അതിൻ്റെ മേനോളിൽ ഇറങ്ങിയിട്ട് കടും ചൂടത്ത് വാൾ മാറ്റണം. മാറ്റി. പക്ഷെ പൈസയും കിട്ടിയില്ല. അത് മുകളിൽ കൊണ്ടുപോയി. എനിക്ക് 2-2.5 മാസം പണിയെടുത്ത്. അത് കഴിഞ്ഞ് എനിക്ക് പ്ലംബിങ് പഠിക്കണം എന്നുള്ള തലയിൽ കയറി. അപ്പോഴത്തേക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു 84 ഇല്ല പാതി അയക്കുന്നത്. വേഗം ഒരു മാസം ഒരു ഫിറ്റർ ഹെൽപ്പറായിട്ട് നിന്ന് വേഗം പണി പഠിച്ചിട്ട് എന്നിട്ട് അവിടെ തന്നെ എനിക്ക് ജോലിയും കിട്ടി. അത് കഴിഞ്ഞ് എനിക്ക് എവിടെ കിട്ടി, അർദിയയിൽ പുതിയ ഇത് വരുന്നുണ്ടായിരുന്നു, പുതിയ വീടിൻ്റെ പണി വരുന്നുണ്ട്, 2000 വീടിൻ്റെ. അപ്പോൾ അവിടെ ഖലീഫൽ വില്ലേജ് എന്ന് പറഞ്ഞ കമ്പനി കിട്ടി. മൂല്യമായിട്ട് ദിവസം 8 ദിനാറായി 8 മണിക്കൂറിന്. അപ്പം 8 മണിക്കൂർ അന്നത്തെ വലിയ ശമ്പളം. അപ്പം എന്നിട്ട് അന്നേരം എന്ത് ചെയ്യും, ഞാൻ
ഈ 162 ആൾക്കാരാണ് ഞങ്ങളുള്ളത്. അത് 160 മസ്രികളാണ്. ഞാനും എൻ്റെ ഹെൽപ്പർ മാത്രമേ മലയാളുള്ളൂ. അപ്പോൾ പിന്നെ ഞാനെന്ത് പണിയെടുക്കും, വേഗം തീർക്കും പണി. ഒരു സാധനം നശിപ്പിക്കൊന്നുമില്ല, എടുത്തു വെക്കും. അപ്പോൾ മറ്റുള്ള 6 ദിവസം കൊണ്ട് ചെയ്യുന്നത് 4 ദിവസം കൊണ്ട് ചെയ്യുന്നു. ഇത് മുതലാളി അറിഞ്ഞു. ഇതിൽ മുതലാളി എന്നെ കാണാൻ വന്നു. പിന്നെ അളന്നതിനൊക്കെ മെഷീനിൽ അളന്നാൽ വളരെ കറക്റ്റായിരിക്കും. ഒരു കറപ്ഷനിലാണ് ചെയ്യുന്നതിന്. അപ്പോൾ മുതലാളി എന്നെ പറഞ്ഞു, ഞാൻ പോക്കണം മറ്റേ സൂപ്പർവൈസർ ഫോർമാനെ വിളിച്ചിങ്ങോട്ട് വന്നാണ്. എനിക്ക് നാളെ വിളിച്ച് ഈ ആഴ്ചയിൽ ഒരു ദിവസം ഓവർ ടൈം എക്സ്ട്രാ എഴുതണം എൻ്റെ കാർഡിൽ. എന്തിനാണെന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ 4 ദിവസം 6 ദിവസം കൊണ്ട് തീർക്കുന്ന 4 ദിവസം, എന്നാൽ 6 ദിവസം എനിക്ക് ലാഭമല്ലേ. അങ്ങനെ ഇത് കിട്ടും. പിന്നെ വെള്ളിയാഴ്ച പണിയെടുക്കും. ഇവിടെ പൈപ്പ് വെച്ചിട്ട് ഇവിടുന്ന് കരിഞ്ഞു പോയിക്കൊണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. പൈപ്പ് എടുത്ത് വെച്ചിട്ട് പൊള്ളിയിട്ട് മൺപൈപ്പല്ല, കാസ്റ്റം പൈപ്പ്. കാസ്റ്റം പൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഈയത്തിൻ്റെ അല്ല, കസ്റ്റനല്ലത്. കസ്റ്റം മെറ്റൽ പൈപ്പ്, മെറ്റലും കസ്റ്റം എന്ന് പറഞ്ഞത് പൊട്ടാത്തൊരു സാധനം. പൊട്ടും ചേഞ്ച് കിട്ടും. അത് വെച്ചിട്ട് പൊള്ളിപ്പോയി. പക്ഷെ അതെല്ലാം തേങ്ങ സഹിച്ചിരിക്കുക. നല്ല തേങ്ങ സഹിച്ച് അവിടുന്ന് പിന്നെ 85 എൻ്റെ വരെ നല്ല ശമ്പളം. 85 പിന്നെ ലൈസൻസ് എടുത്തു. 85 ലാസ്റ്റ്. അങ്ങനെയാണ് മുതലാളിൻ്റെ അളിയാണ് എൻ്റെ റൂമിൽ അന്വേഷിച്ചു വരുന്നത്. അപ്പോഴത്തെ പണി ഏകദേശം അവിടെ കംപ്ലീറ്റ് ആയി. എപ്പോഴും എൻ്റെ ഓവർ ചെയ്തു മിസ്റ്റേക്ക്. അപ്പം പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് റൂമിലിരുന്ന് പറഞ്ഞു, നല്ല മനുഷ്യരായിരുന്നു. എന്നോട് പറഞ്ഞു, നീ എനിക്ക് നല്ലൊരു ഇത് വന്നിട്ടുണ്ട്, മിനിസ്ട്രിയിൽ എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്, നിന്നെ ഒരു മസ്രീനെ 2 സെലക്ട് ചെയ്ത് മെയിൻ്റനൻസ് എൻ്റെ സൂപ്പർവൈസറിനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ലൈസൻസ് എടുത്ത് എനിക്ക് പുളിപ്പ് ലൈസൻസ് ഇടായില്ല. ഞാൻ പറഞ്ഞു, അവിടെ കളിക്കുന്ന ഒഴിവാക്കണം, എനിക്കിങ്ങനെ വേറെ പണിയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് ഞാൻ എത്ര റിക്വസ്റ്റ് ചെയ്ത് കിട്ടിയല്ലെങ്കിൽ. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, ഞാൻ ഇതാക്കാം. അങ്ങനെ ഞാൻ അവിടുന്ന് ഒഴിവായിട്ട് അപ്പോഴത്തേക്ക് ഞാൻ മെസ്സ് തുടങ്ങി. ഒരു മെസ്സ് ഓപ്പണാക്കി. ഇവിടുന്ന് പൈസ കിട്ടിക്കല്ലോ. മെസ്സ് ഓപ്പണാക്കി. പിന്നെ ഇവിടെ ബസ്സും എടുത്ത് ട്രാൻസ്പോർട്ടേഷൻ അല്ല പിക്കപ്പ് എടുത്ത് ആദ്യം. ബാച്ചിലറായിട്ട് താമസിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഇല്ല, വെറും താമസവും ഭക്ഷണം മാത്രം. അത് വേറെ, അത് മെസ്സ് വേറെ, അത് ഇത് മന്ത്ലിയാണ്. ഇത് എനിക്ക് വേറെ വേണ്ടി ഞാനങ്ങനെ 1 നൈറ്റ് എടുത്ത് കുറച്ച് കളിച്ച് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ വലിയ ബസ് എടുത്ത്. ബസ്സിൽ 150 അടിക്കും. സാവി ടു ഷോയ് 150 ഇങ്ങനെ 2 നേരം അടിക്കും, രാവിലെ വൈകുന്നേരം. അത് കഴിഞ്ഞ് സ്കൂളെടുക്കും, കമ്പനി എടുക്കും. ഇതൊക്കെ വലിയ ചരിത്രങ്ങളാണ്. അവിടെ നിന്ന് പൈസ കിട്ടും. എൻ്റെ മെസ്സിൽ ചിലപ്പോൾ 10-60 ആളുണ്ടാവും താമസക്കാർ. അതിൽ 20 ആൾക്കാരെ പൈസ കിട്ടും, അല്ലെങ്കിൽ 30 ആൾക്കാരെ പൈസ കിട്ടും. അവർക്ക് പണി ഉണ്ടാവും, ബാക്കി ആൾക്കാർക്ക് പണി ഉണ്ടാവില്ല. അവരുടെ പൈസ കൂടി ഞാനുണ്ടാവും. എന്നാലും എനിക്ക് ടാലിയായി പോകും. ഞാൻ നയിക്കുന്ന പൈസ നോക്കാം. വീട്ടിൽ കുറഞ്ഞ പൈസ ആയിപ്പോൾ, എന്നാലും ബാങ്കിലും വലിയ പൈസ ഒന്നും ആയിക്കില്ല. അതിങ്ങനെ പോയി 90 വന്നു. സദ്ദാം വന്ന് ഞാൻ രാവിലെ 150 കൊണ്ട് പോവുക. പിന്നെ കൈഫാൻ ഷോയ്ക്ക് നമ്മളെ അലീസ കമ്പനിയില്ല, അവിടുന്ന് മുകളിലേക്ക് വെടി വെക്കുക. അവിടെ അങ്ങോട്ട് പോകരുതുണ്ട്, അങ്ങോട്ട് പോകാൻ പാടില്ല. അങ്ങനെ അവിടെ മിലിറ്ററി പോകരുതുണ്ട്. അങ്ങനെ അവിടെ ആൾ ഇറക്കിയാൻ തിരിച്ചു വന്ന് എന്താക്കാനാ തിരിച്ചു വന്നിപ്പം പിന്നെ അവിടെ ഇത് പറയുന്നത് ഇവിടെ ഒന്നും ഇതാവില്ല. അങ്ങനെ എനിക്കൊരു കമ്പനി 2000 ദിനാർ കിട്ടാണ്ടായിരുന്നു. 2000-2500 ദിനാർ ഞാൻ ഈ ഡക്റ്റിൻ്റെ ഈ ഡിസോയ്സറിൻ്റെ പണിയൊക്കെ എടുക്കായിരുന്നു. ക്ലാഡിങ്, ഡക്റ്റിങ്, ഇതൊക്കെ ഒരു KG സ്കൂളിൽ എടുക്കായിരുന്നു. അത് 4500 എടുക്കും. പണി എൻ്റെ വേറെ പൈസ കിട്ടാണ്ട്. അപ്പോൾ അവരെ വണ്ടി ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരു വണ്ടി എടുത്ത് ഞാൻ പോകുന്നു. പോന്ന് ഞാൻ ആ വണ്ടിയിലായി മറ്റേ വലിയ ബസ്സെല്ലാം എത്തിയിട്ട് ഒരു ദിവസം ഞാൻ പിന്നെ അന്തുൽസ് പോവുക. വെറുതെ പോയി നോക്കാൻ വേണ്ടി ഭയങ്കര ധൈര്യമാണല്ലോ. അന്തുൽസ് പോയി എന്നൊരു സമയത്ത് ബാക്കിലുണ്ട് ഒരുത്തം വന്ന് ചാമ്പ് അടിച്ചെന്ന്. എന്നിട്ട് ഇറങ്ങി തോക്ക് അടിച്ചെന്ന്. ഞാൻ എൻ്റെ കൂടെ വേറെ ആളുണ്ട്, ആരാന്നും എനിക്ക് ഓർമ്മയില്ല. എന്നോട് തന്നെ ഇവിടെ എന്താ വണ്ടി കട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ല, നീ ദഫ്തറാണെങ്കിൽ ദഫ്തർ കാണിച്ചു കൊടുത്തു. ഇവിടെ പറഞ്ഞാൽ ബേം വിട്ട വണ്ടി അല്ല, ഇവിടുന്ന് മോളിൽ ഷൂട്ട് ചെയ്താലേ മോളിൽ ഷൂട്ട് ചെയ്യുമ്പോൾ കാണൂല, ഷൂട്ട് ചെയ്ത് ബേം വിട്ട് തനി കൊണ്ട് പോയിക്കാൻ. ഞാൻ അവിടുന്ന് പോകുന്നു. അവിടുന്ന് പോകുന്നത് പിന്നെ വേറെ കമ്പനിൻ്റെ 1 നൈറ്റ് ഉണ്ട്, ഒരു കമ്പനി. അതും എടുത്തിട്ട് പോയി ഇറാഖിൽ പോയി. ഇറാഖ് ബസ്രയിൽ പോയി അവിടെ കറങ്ങി പിടിച്ച് വന്ന് കണ്ടിട്ട് അലോൺസ് ചിലപ്പം ഇറാഖ് പിന്തിരിയാൻ പോവാന്ന്. ഞാൻ അവിടുന്ന് ബാങ്ക് പോകുന്നത് കാരണം ബോർഡർ പെട്ടേ പോയില്ലേ. തിരിച്ചു വന്ന് കുറച്ച് സാധനം പിന്നെ ഈ കിറ്റ്കോ കമ്പനീൻ്റെ സാധനം കുറച്ച് പൈസ ഉണ്ട്. അപ്പം മെസ്സി കുറേ ആളുണ്ടല്ലോ, ഒരിക്കലും ഭക്ഷണം വേണ്ടേ, കുറേ അരിയും ഇതെല്ലാം വാങ്ങിയാടിട്ട് അവിടുന്ന് 10-25 ദിവസം കഴിഞ്ഞേരം ഒരാൾ കാലൊടിഞ്ഞു. ഒരു മാത്സിൻ്റെ ഹോസ്പിറ്റലിലായിരുന്നു. ഇയാൾ വേനോട് സഹിക്കാൻ പറ്റുന്നില്ല, ജോണായിട്ടെന്നാണ്. എന്നോട് മോനെ എങ്ങനെ എൻ്റെ നാട്ടിലെത്തിച്ചാ. അങ്ങനെ ഞാൻ പോയി ഒരു ബസ് വിളിച്ചു. 54-64 ആൾക്കാരാണ്. 54 വലിയ ബസ്സാണ്. വിളിച്ചു ബസ്രയിലേക്ക്, അങ്ങനെ ബഗ്ദാദിലേക്ക്. അല്ല ബഗ്ദാദല്ല, ബസ്രയും പോയിക്കില്ല, ഇറാഖിൽ പോകണം തന്നെ. അപ്പം
ഇറാഖിൻ്റെ ജോർദാൻ്റെ ബോർഡർ ഉണ്ടല്ലോ, ബോർഡറിൻ്റെ ഒഴിഞ്ഞ സ്ഥലമുണ്ട് ഇങ്ങനെ. ഇത് ആർക്കും എല്ലാ സ്ഥലമാണ്, ഒരു ഏതൊരു രാജ്യത്തിനും ഉണ്ടാവും. ഇത് നിശ്ചിതമായിട്ടിരുന്ന. അപ്പോൾ ആ സ്ഥലത്ത് പോയി ഞങ്ങൾ എത്തി. രാത്രി കയറി എത്തി ഞങ്ങളുടെ അടുത്ത് 6ാമത്തെ ടെൻറ്റാണ്. 6ാമത്തെ ടെൻറ്റിൽ നമ്മൾ ടെൻറ്റെല്ലാം കെട്ടി അൽഹംദുലില്ലാഹ് ഞങ്ങളൊക്കെ കൂടി. ഭക്ഷണമില്ല, ഭക്ഷണം ഒന്നും എടുത്തുക്കോ. ഒരു 10 കൊണ്ടി മുറിച്ച് നിന്ന് 1.5 ദിവസമായിട്ട് ഭക്ഷണമില്ല. അങ്ങനെ ഞങ്ങൾ എൻ്റെ ആൾക്കാർ പോയി ആരും വന്ന്. അപ്പോൾ അവർ രാത്രി കൊണ്ടേ തന്നെ ഈ കുബൂസ് ഉണ്ടല്ലോ, ഉണങ്ങിയ കുബൂസ്, പിന്നെ ജെയ്ത്തൂൻ കായ, കട്ടർ വെള്ളം എന്ന് വെച്ചാൽ നദിയിലേക്ക് ഒഴുക്കി വിടുന്ന വെള്ളം നദിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരാം. കട്ടർ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അപ്പോൾ 5-6 ദിവസം കഴിഞ്ഞപാട് മിലിറ്ററി ഉണ്ട് അവിടെ. മിലിറ്ററിക്കാരൻ നമുക്ക് എംബസി പോകണമെന്നാണ്. അപ്പോൾ പേടിച്ചിട്ടാരും പോകുന്നില്ല. എനിക്ക് അത്യാവശ്യം അറബി അറിയാം. അപ്പം ഞാൻ പറയാം എൻ്റെ കൂടെ 2-3 ആൾ വരാൻ ഞാൻ പോയി സംസാരിക്കാൻ. ഞാൻ വരാമെന്ന് ഞാൻ പോയിട്ട് ഒരു സർക്കിൾ ഇൻസ്പെക്ടറോട് സംസാരിച്ചു. ഞങ്ങൾ പോകാനുള്ളതാണ്, നമുക്ക് ഇങ്ങനെ എത്തണം, എംബസി വരെ എത്താൻ അനുമതി തരണം എന്നാണ്. അങ്ങനെ അനുമതി തന്നു. അനുമതി തന്ന് രണ്ടാളെ പറഞ്ഞയച്ചു. പിന്നെ പറഞ്ഞയച്ചു എംബസി പോയി തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് അവർ പറഞ്ഞു നാളെ രാത്രി ഇങ്ങനെ ബസ് കയറും, എന്നിട്ട് എംബസിയിലേക്ക് മാറാം. ആളായിട്ട് മറ്റന്നാളും മരിച്ചില്ല. എൻ്റെ കൂടെ വന്ന ആൾക്കാരെന്ന് വെച്ചാൽ പിന്നെ ഇവർ ലിസ്റ്റ് ഇട്ടത് നമ്മളത് 54ാമത്തെ ലിസ്റ്റാണ്. 6ാമത്തെ വന്ന് നമ്മളത് 54ാമത്തെ ബസ്. ഇതിന് പോയി പറഞ്ഞ ആൾക്കാരുള്ളത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാരെല്ലാം ചൂടായി. അപ്പോൾ അതിൽ റഫീഖെന്ന് പറഞ്ഞ പയ്യോളി വേറെ 1-2 ആൾക്കാരുണ്ട്. അവരോട് പോയി ഇവർ പ്രശ്നമാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പേരാണ് പറഞ്ഞ് പ്രശ്നമാക്കുന്നത്. രാത്രി ഒരു എനിക്കൊന്ന് 9 മണിയൊക്കെ കണ്ട് എൻ്റെ ടെൻറ്റ് കംപ്ലീറ്റ് വളഞ്ഞു. അപ്പോഴത്തേക്ക് 10,500 ആളെ പോയി. അങ്ങനെ പറഞ്ഞ് പ്രശ്നങ്ങൾ എങ്ങനെയുള്ള ഒഴിഞ്ഞു പോയി. പിറ്റേന്ന് നമുക്ക് ബാത്റൂം പോകുമ്പോൾ വെള്ളത്തിൻ്റെ കുപ്പിയിൽ വെള്ളം എടുത്ത് പോവുക. പോകുന്നേരം പറയാം അവനാൾ ഞാൻ നിർഭരത എനിക്കൊണ്ട് പറയുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി എന്ത് പന്തി ഇടുന്ന രാത്രിയും വേറെ പ്രശ്നമായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് രാത്രി നമുക്ക് ഇവിടുന്ന് വിടണം. അങ്ങനെ ഞങ്ങൾ പോയി ട്രെയിലർ വിളിച്ചുകൊണ്ടിട്ട് പിന്നെ നമ്മൾ എന്ത് കാണിയിട്ട് നമ്മൾ മീനിങ്ങനെ അട്ടിയിടുമ്പോൾ എല്ലാവരും കിടന്നോളണം. ഒരാളും തലപ്പുറത്ത് വേണം. മിലിറ്ററി ബോർഡർ ഉണ്ടാവുമല്ലോ, മിലിറ്ററി ഓനെ ഇതാക്കുമല്ലോ, തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ ഇത് പോകുന്നേരം ഒരുത്തനക്ക് വയറ്റുന്ന ഇളകി കോള പിടിച്ചു ഇറങ്ങി പോവുക. കുറേ നടക്കുകയും വേണം. വലിയ മരം പാമ്പൊക്കെ ഉണ്ട്. കുറേ നടന്നിട്ടാണ് കയറിയത്. അങ്ങനെ നമ്മൾ ബോർഡറിലെത്തി നോക്കുമ്പോൾ വെൽഫെയർ എന്ന് പറഞ്ഞ സ്ഥലം. അതിൽ വണ്ടമാന ആൾക്കാർ വേറെ നാട്ടുകാരൊക്കെ വന്നിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ പോലീസുകാർ കല്ലെടുത്തെറിയാം നമ്മളെ. ഭയങ്കര ഏറിയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാം ഇവിടെ 2-3 ആൾ പോവുക. ഇങ്ങനെ ഞങ്ങൾ അല്ലെങ്കിൽ ഇതായി പോയിട്ട് ക്യാപ്റ്റൻ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെടില്ലെങ്കിൽ ഞങ്ങൾക്ക് 2-3 ആൾ എംബസി പോകാൻ വിട്ടാൽ മതി. അങ്ങനെ പെർമിഷൻ തന്നാലാക്കി പോയി എംബസി പോയി. അങ്ങനെ അവർ നമുക്ക് താമസ സൗകര്യം ഒതുക്കി. അങ്ങനെ ആ ചരിത്രം കുറേ ഉണ്ട്. പറഞ്ഞാൽ 2 ദിവസം പിടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നാട്ടിലെത്തി. ഇവിടെ ഷബാന സ്റ്റോർ എന്ന് പറഞ്ഞ സ്റ്റോർ തുടങ്ങി. ഇവിടെ ടിക്കോട്ട് ടൗണിൽ. എന്താ പറയാ, കൊണ്ടാന്ന പൈസയും പോയി, ഇട്ട പൈസയും പോയി. ഇട്ട പൈസ ജനങ്ങൾ ദിവസം ഇട്ടെടുത്ത് നമ്മള് മുകളിലുള്ള പിന്നെ ഖജനക്ക് ഇപ്പോഴും നല്ലത്. അത് കഴിഞ്ഞിട്ട് ഒരു സ്വർണ്ണ കച്ചവടത്തിന് ഒരുത്തം വന്ന് അവിടുന്ന് ഇവിടെ ഇല്ല. അപ്പോൾ നോക്കുമ്പോൾ സ്വർണ്ണം ആണപ്പെട്ട പൊട്ടിച്ച് നോക്കുമ്പോൾ സ്വർണ്ണം. അത് ഇങ്ങനെ പൊട്ടിച്ച് നമ്മൾ തലപ്പോയില്ല. മനുഷ്യന് പ്രാന്ത് കണ്ടുള്ള ആർത്തി ഉണ്ടല്ലോ. അപ്പോൾ അത് പിന്നെ ഉള്ള പണ്ടെല്ലാം വെച്ച് വിറ്റ് എനിക്ക് പൈസയും കൊടുത്ത് കുറേ സാധനങ്ങളുടെ സ്നേഹം കൊണ്ട് പിടിയുള്ള ഹോർലിക്സ് ഇതെല്ലാം പെട്ടിയെല്ലാം കെട്ടിക്കൊടുത്ത് ഇവൻ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞേരം ഞാൻ കുറച്ചല്ല പിറ്റേന്ന് കൊണ്ടിട്ട് രണ്ടാമത് സംശയം കൊണ്ട് പൊട്ടിച്ച് തട്ടാൻ പറഞ്ഞത് പൊന്നല്ല. നമ്മൾ 20 പൈസ സൂര്യോദയം 20 പൈസ ഉണ്ട്, അത് വളങ്ങി കിട്ടുന്ന സാധനം. അതാ അതിനെക്കൊണ്ട് ഉണ്ടാക്കിയാണ്. അങ്ങനെ എനിക്ക് പിടിച്ച് നേരെ ഇവിടെ ഉണ്ടാവുന്ന പറഞ്ഞു റെയിൽവേ സ്റ്റേഷൻ, കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഉണ്ടാവുമായിരുന്നു. അവിടെ പോയി താപ്പി ഒറ്റയ്ക്ക് തന്നെ ആരുമില്ല. താപ്പിയൊന്നും കിട്ടിയില്ല. പിന്നെ തിരിച്ച് വന്ന് വീഡിയോ അങ്ങ് കൂട്ടി വീട്ടിൽ പോയി കുമ്പിട്ട് കിടന്ന് വെച്ച്. അപ്പം പിന്നെ എനിക്ക് തോന്നി ഇനി ഇവിടുന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് പോയിട്ട് ഇത് നിൽക്കുകയും ചെയ്തു. നസീബ് തലിയെന്നാണ്. അവിടെ നിന്ന് 2 ദിവസമായിക്കണം. അപ്പം ഞാൻ വെറുതെ കോഴിക്കോട് നിന്ന് വിളിച്ചു നോക്കി കഫീലിനെ. അപ്പോൾ വീട്ടിലെത്തി കൊടുത്തില്ല. അതിനും കൂടി വർക്ക് ചെയ്യുന്നില്ല, വീട്ടിലേനും വർക്ക് ചെയ്യുന്നില്ല. എന്തോ എനിക്ക് നസീബ് കിട്ടി. അപ്പം എനിക്ക് ഒച്ച സംസാരിച്ചാൽ ഇങ്ങനെ എന്നാൽ പിന്നെ നീ പിന്നെ ബോംബെ പോയിട്ട് നഴ്സുമാർ വരുന്ന ടോയ്ലറ്റ് ഫോട്ടോ കോപ്പി എടുത്തേക്കുന്നത്. അങ്ങനെ 5-6 ആൾക്കാർ ഇവിടുന്ന് കയറി. ഞാൻ ഷെരീഫ് ഇങ്ങനെ വിൽസനൊക്കെ കയറി. അപ്പം ഞാൻ അവിടെ പോയിട്ട് ഉണ്ടി ടെലിഫോണാണ് 50 രൂപയ്ക്ക് അത് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ് കിട്ടി. പിന്നെ ക്ലിയർ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ നഴ്സുമാരൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് വാങ്ങുന്നില്ല. പേടിച്ചിട്ട് വേറെന്താ സാധനം പേടിച്ച് വാങ്ങി. അപ്പോൾ ഞാനോട് വിളിച്ച് വെറുതെ പറഞ്ഞ് നീ ഒന്നും ചെയ്യേണ്ട, പേര് എഴുതിയിട്ട് വേറെ സീലയച്ചാലും മതി, വിസ ഇപ്പോൾ അതേ ഉള്ളൂ, മറ്റേ ഈ കമ്പ്യൂട്ടറൊന്നും ഇല്ലല്ലോ. എന്നാൽ നോക്ക് എത്ര ആളുണ്ടെന്നാണ്. ഇത്ര ആളുണ്ട്. എന്നിട്ട് എന്നോട് ചോദിച്ചു എനിക്ക് പൈസ എന്താ വേണമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞാൽ കുറച്ച് പൈസയും വേണമെന്ന്. അങ്ങനെ 25,000 രൂപ വിസയെല്ലാം കൂടി ഞാൻ അയച്ചു.
പേരെല്ലാം അഡ്രസ്സിലും കടവളകളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവിടെ എത്തി അള്ളാൻ്റെ കുതിരത്തെ നസീബ് അങ്ങനെ കയറിപ്പോയതാ. ആ കയറ്റം രണ്ടാമത് യുദ്ധകാലത്തിന് ശേഷം എത്തിയത് അല്ലേ? ബക്കർ ഖാന്റെ കുവൈത്തിലെ കുറെ അനുഭവങ്ങളും കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചു ഒരുപാട് കിട്ടാറുണ്ട്. അപ്പോൾ അതോടനുബന്ധിച്ച് നമ്മളുടെ ചെറുപ്പകാലത്ത് നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. എവിടുന്ന് വന്നത്? പെട്ടെന്ന് നമ്മൾ കുവൈത്തിലോട്ട് ഞാൻ ചെറുപ്പത്തിൽ പോയി 17 വയസ്സ് പോയില്ലേ. നാട്ടിൽ ജീവിച്ചില്ലല്ലോ. നാട്ടിൽ 8 വയസ്സ് 8-9 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ. പക്വതല്ലാത്ത പ്രായം വരെ. ഇത് ഈ കാണുന്ന ചെറിയ മക്കളെ പ്രായത്തിൽ നല്ല നാട് വിടുന്നത്. ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സുഹൃത്ത് ബന്ധങ്ങൾ ഇന്ന് ഏതെങ്കിലും ഓർമ്മ ഉണ്ടോ? ആ കാലത്ത് തന്നെ ഇപ്പം നമ്മൾ മരിച്ചുപോയ നമ്മളെ സാമ്പിക്കൽ അമീദ്, മമ്മു, മുസംകുട്ടിക്കാരൻ്റെ മമ്മു, മുസംകുട്ടിക്കാരൻ്റെ മമ്മു, നാസർ, ടി കെ നാസർ, അങ്ങനെയൊക്കെ ഒരു കളിക്കൂട്ടുകാരാ. പിന്നെ തുള്ളിക്കടൻ അമീദ്, തുള്ളിക്കടൻ വിളിച്ചു അമീദ്, അങ്ങനെ കൊണ്ട് കുറെ ബന്ധങ്ങൾ. അത് ചെറുപ്പത്തിൽ അത് കാരണം എത്ര കാലഘട്ടത്തില് നമ്മള് നിങ്ങളിപ്പം ഇതാ കടപ്പുറത്ത് പത്തൊക്കെ ഉണ്ട് വിക്കലും ഇതൊക്കെ. ആ കാലഘട്ടത്തിൽ നമ്മൾ മദ്രസ കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് കുട്ടികളെ പിടിച്ചോണ്ട് വന്നൊരു നമ്മളെ ഒരു മഹമ്മൂദ് ഖാണ്ടായിരുന്നു. മഹമ്മൂദ് ഖാൻ എന്റെ ജീവനാ. നമ്മളെ വിളിക്കാൻ പി കെ മഹമ്മൂദ് ഖാൻ നമ്മളൊക്കെ കൃത്യമായിട്ട് പോകും. നമ്മൾ പോകുമ്പോൾ കുറെ എണ്ണത്തിന് പിടിച്ച് കെട്ടിയിട്ട് മുപ്പർ കൊണ്ടുപോകും. കൊണ്ടുപോയിടല്ല ആളെ തേക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് നല്ലൊരു കാലഘട്ടമായിരുന്നു അത്. കാരണം പക്ഷെ മൂപ്പർക്ക് ഒരു കുട്ടീനെ കിട്ടുന്ന ഇവിടുന്ന് വലിച്ച് പിന്നെ അങ്ങാടി വരെ നടക്കണം. കോടിക്കണം വെച്ചാൽ അങ്ങാടി എന്തായാലും കിട്ടും. അത്ര വീടല്ലേ ഉള്ളൂ, കുറേ വീടുകളല്ലേ ഉള്ളൂ. എന്നിട്ട് മുമ്പ് ഇതാക്കുന്നു. പിന്നെ ആള് സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ നമ്മളെ പുതിയ ആൾപ്പിലെ തത്തക്കൊത്തം മാങ്ങാൻ പറഞ്ഞൊരു മാങ്ങുണ്ട്. അയിമറിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ 6 മണിയാവും. ഞാൻ പിന്നെയും വേഗം വരും. മീനുള്ള ദിവസം വേഗം വന്നിട്ട് വേഗം പത്ത കുടിച്ചിട്ട് കൊണ്ട് വിൽക്കാൻ വേണ്ടി ജീവിതമാർഗം നോക്കുന്നുണ്ടായിരുന്നു. ഇന്നും അത് തന്നെയാണ്. പക്ഷെ ഇന്നും എന്നെ സംബന്ധിച്ചോളം പറയാൻ ഞാൻ തിരിഞ്ഞു നോക്കുന്നത് എൻ്റെ കഴിഞ്ഞു പോയ ചരിത്രങ്ങളാണ്. ഇപ്പോൾ ഓർക്ക് മറന്നിട്ടില്ല ചരിത്രങ്ങളായത്. നെഞ്ഞിന്ന് പോകാത്തൊരു എന്താ തലച്ചോറിന് പോകാത്തൊരു സംഭവങ്ങൾ അടിച്ചേൽപ്പിച്ചു പോയത്. അതുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ആര് വന്നാലും ഞാൻ അവരെ അതുപോലെ സ്വീകരിക്കും, അതുപോലെ ചെയ്യും. എനിക്ക് പഠിച്ചവൻ റഹ്മത്ത് എന്ന് വിചാരിച്ച് ഞാൻ അഹങ്കരിക്കാറില്ല. എനിക്ക് എന്നാൽ എന്തോ ഇപ്പം നിങ്ങൾ വന്നതിൻ്റെ പേരിൽ മാത്രമേ ഞാൻ വരുന്നത്, അല്ലെങ്കിൽ വേറൊരാളും കൊടുക്കില്ല. കാരണം ഞാൻ കൊടുക്കലുമില്ല. എന്നോട് കുറേ ആൾക്കാർ നാളെ ഇതിന് മുമ്പേ പേപ്പറിലിട്ടപ്പോൾ ഞാൻ പറഞ്ഞു പേപ്പർ ഇടാൻ പാടില്ല, മതി വൃത്തിയാണ്. എനിക്ക് എപ്പം ആണ് ചെയ്യും. പക്ഷെ നമുക്ക് വേണ്ട പരസ്യമെല്ലാം വേണ്ട. നമ്മൾക്ക് റബ്ബ് തരുന്ന റഹ്മത്ത് ഇങ്ങനെയാണ് നമ്മൾ ചിലവാക്കേണ്ടത്. റഹ്മത്ത് എന്ന് കഴിഞ്ഞാൽ ബർക്കത്തും അതല്ലേ വേറെന്ത്. അപ്പോൾ ഈ നമ്മുടെ വീണ്ടും നമ്മൾ കുട്ടിക്കാലത്തിലേക്ക് തന്നെ പോകുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാലഘട്ടമാണ്. എനിക്കും ഏറ്റവും ഇഷ്ടമുള്ള ഞാനിപ്പോൾ ചിന്തിക്കല്ലോ ഇവരെല്ലാം പ്രായം കിട്ടിയെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഉത്തരവാദിത്തം ഇല്ലല്ലോ. പക്ഷെ എനിക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. ഉമ്മങ്ങന്മാരെ ഉമ്മാനെയും പെങ്ങന്മാരെയൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസങ്ങൾ ത്യാഗം ശരിക്കും മരണത്യാഗം ചെയ്തിട്ടുണ്ട്. പ്രയാസങ്ങൾ അനുഭവിച്ചു. ചെറിയതാകല്ല മരണത്യാഗം. കാരണം അതിന്റെ ഒക്കെ ഒരു ബർക്കത്തായിരിക്കും അല്ലാഹു തീർച്ചയായും സന്തോഷകരമായ ഒരു ജീവിതം. പക്ഷെ അതിലെന്തോ ഒരു കാര്യമുണ്ട്. അതിൽ ഞാൻ കുറെ കുരുത്തം കെട്ടുപോയിക്കുന്നു കുറേ. കാരണം അച്ചില്ലാണ്ട് ജീവിച്ചതിൻ്റെ പേരിൽ കുറേ ന്യൂനതകൾ എൻ്റെ സംഭവിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്താ എന്തുണ്ടെങ്കിൽ നമ്മൾ പറയാം ഞാൻ എല്ലാം വലിയ വലിയ ഒന്നല്ല ചെയ്ത സംഭവങ്ങൾ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ആ പ്രായത്തിൽ ചെയ്തിട്ടുണ്ട്. ഇല്ലയെന്നും പറഞ്ഞില്ല. കാരണം പിന്നെ കുവൈത്തിൽ പോയി കുവൈത്തിൽ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ ചെറുപ്രായത്തിൽ എനിക്ക് പറയാനുള്ള ഇതുണ്ട്. ഇപ്പോൾ കുവൈത്തിൽ ഇത് സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബിസിനസ്സുകൾ നടക്കുന്നുണ്ട്. ബിസിനസ് നടക്കുന്നുണ്ട്. കൊറോണയ്ക്ക് നല്ല ലോസ് ആയിരുന്നു. കണ്ടമാൻ ലോസ് ആയി പോയിരുന്നു. കൊറോണ സമയത്ത് ഒരുപാട് ഡെല്ലായി പോയിട്ടില്ലേ. തിരിച്ചു പിടിച്ചു. ഇപ്പോൾ കുറച്ചുകൂടി ഉണ്ട്. കുവൈത്തിക്ക് കുറച്ച് പൈസ ഒരു 1.5 കോടി രൂപ ബാലൻസ് ഉണ്ടാകും. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ കുവൈത്ത് യുദ്ധ കാലഘട്ടത്തിൽ ഇവിടുന്ന് തിരിച്ചു വന്ന് നമ്മളിവിടെ തിക്കോടിയിൽ കട തുടങ്ങി, സബാന സ്റ്റോർ തുടങ്ങി, ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. അപ്പോൾ അതൊന്നും മെച്ചപ്പെട്ടില്ല. മോനെ ആവശ്യം വർത്താനം പറഞ്ഞിട്ടോ അതിൽ പിടിക്കും. മെച്ചപ്പെട്ടെന്ന് മാത്രമല്ല യുദ്ധകാലം കഴിഞ്ഞു. അല്ല യുദ്ധകാലത്ത് നമ്മളിവിടെ സബാന സ്റ്റോർ തുടങ്ങി അല്ലേ. ആ വകയിൽ കുറെ ആളുകൾ പരിചയപ്പെടാൻ കഴിഞ്ഞു. കുറെ ആളുകൾ ആ വഴിക്ക് നാടിന് ശരിക്കും ബന്ധപ്പെട്ട് കുറെ ആളെ കൊണ്ടുപോയി. തിക്കോടിയിൽ നിന്ന് കുറെ കൊണ്ടുപോയി. പിന്നെ അന്യനാട്ടിൽ നിന്ന് കുറെ കൊണ്ടുപോയിട്ടുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുപോയിട്ടുണ്ട്. കാരണം ഇതാരെ ഇവിടെ കുവൈത്തിൽ നിന്ന് ആരെ പരിചയപ്പെട്ടു നിങ്ങൾ തിക്കോടിയാന്ന് ചോദിച്ചാൽ അന്നേരം ബക്കർക്ക ഞാളെല്ലാം ബക്കർക്കാരെ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു പരിചയവും ഇല്ലാത്ത ഒരു ബന്ധവും ഇല്ലാത്ത നാട്ടിലുള്ള ആളുകൾ ഞാൻ ആരും ലാഭം വാങ്ങിയ പൈസ ഇപ്പൊ പണ്ട് നമ്മള് അറബികൾ കൊടുക്കാനുള്ള പൈസ ഞാൻ വാങ്ങുള്ളൂ. എന്റെ ലാഭ പൈസ ഞാൻ വാങ്ങില്ല. പിന്നെയും എന്റെ കേസ് ചിലവായിരിക്കും. ഇപ്പൊ ഞാൻ കുറെ കാലമായിട്ട് ഞാൻ ഇപ്പൊ വിസ വീട് തുറക്കുന്ന വിസ കിട്ടുന്ന 5 പൈസ ആരോടും വാങ്ങില്ല. 5 പൈസ വാങ്ങില്ല എന്നില്ല. അപ്പോൾ അതായത് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു അസുഖത്തിന് പൈസ കൊടുത്താൽ ആ അസുഖം മാറുകയല്ല അയാൾ മരിക്കുകയും ചെയ്യും. തീർച്ചയായും അതോടുകൂടി അതങ്ങ് തീരും. ഒരു 2-3 കൊല്ലത്തെ ഒരു ഇതാണ്. എപ്പോഴും അസുഖങ്ങൾ കൊടുക്കുന്ന സമ്പത്ത് കൊണ്ട് അയാൾ 2 കൊല്ലം 3 കൊല്ലം ജീവിക്കും. നല്ല സുഖപ്പെട്ട് ജീവിക്കും. അത് കഴിഞ്ഞ് അയാൾ മരിച്ചു. പക്ഷെ ഒരാൾക്ക് ജോലി കൊടുത്താൽ
അതെന്താണ് ഇപ്പോൾ എനിക്ക് എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ലാത്ത സീറോയിൽ നിന്ന് ഞാൻ തിക്കോടിയിലെ ഒരു ബക്കർക്കാരൻ അള്ളാഹുവിന്റെ അനുഭവത്തിൽ ഇപ്പൊ ഇരിക്കുന്ന വീട്ടിൽ യാദർശ്യമായിട്ട് 22 വർഷമായി. 22 വർഷം മുമ്പ് നമ്മൾ എടുത്ത വീട്. അപ്പോൾ അന്നേരം അത് വന്ന് ബക്കർക്ക എൻ്റെതായ ഒരു ക്യാരക്ടറൊക്കെ കണ്ടപ്പോൾ ബക്കർക്ക കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. കാരണം എന്താ പറഞ്ഞാൽ ഇവിടെ കുറെ അഴിമതിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ തുടക്കം നേരത്തൊക്കെ അങ്ങനെ തന്നെയാണ്. അതിങ്ങനെ ഞാൻ പറഞ്ഞു ബക്കർക്ക ഈ ബൈക്കൊക്കെ ഇവിടുന്ന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അന്നേരം നീ അതെല്ലാം നോക്കണം എന്നെല്ലാം പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പൈസന്റെ കാര്യത്തിലും കേരളസ് ആണ്. പക്ഷെ ഞാനിപ്പോ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലായിട്ട് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവിടെ കുറെ ബിസിനസ് ഉണ്ട്, കേലിക്ക് ബക്കർ കുടിയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും ഉണ്ടാക്കില്ല. എനിയിപ്പോൾ ഉണ്ടാക്കണം, എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കണം എന്നുള്ള കാഴ്ചപ്പാടിലാണ്. കാരണം അതിൻ്റെ ഒക്കെ കൊറോണ വന്നു ഉടനെങ്കിലും കുറച്ചൊന്നും രക്ഷപ്പെട്ടു പോയി. പക്ഷെ അൽഹംദുലില്ലാ അള്ളാഹുവിനുള്ള ആക്ലാശം. ഞാൻ തിരിഞ്ഞു നോക്കാം, എന്നെ കണ്ടി ചെറുത് പറയണ്ടല്ലോ ബാക്കിൽ. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ കുറേ സ്റ്റാഫുകളുണ്ട്. അവരിപ്പം 12 മണിക്കൂർ ജോലി ചെയ്ത് 1.5 കൊല്ലം കഴിഞ്ഞ നാട്ടിൽ വരുന്നത്. ആ പൈസ കൊണ്ട് കുടുംബത്തിന് നോക്കാൻ വരും. പിന്നെ തിരിച്ചു പോകുമ്പോഴൊക്കെ വേറെ കടയുണ്ട്, പിന്നെ അതൊന്നും തീർക്കാൻ. അപ്പോൾ എൻ്റെ ആയുസിങ്ങനെ നീണ്ടുകൊണ്ട് പോവുക. ഞാൻ ചിലക്ക് സത്യം പറഞ്ഞാലല്ലോ ചിലപ്പോൾ എൻ്റെ മനസ്സ് വല്ലാണ്ട് വേദിക്കും. കാരണം ഞാൻ പോയിട്ട് വലിയ മുതലാളിൻ്റെ വലിയ ഭക്ഷണം കഴിച്ചത് ഇങ്ങനെ വരുന്നത് എൻ്റെ മനസ്സ് പറയാം നിന്നെ പോലത്തെ മനുഷ്യരിൽ നിന്നൊക്കെ. അപ്പോൾ നമ്മളെന്ത് ചെയ്യാൻ പറ്റും? എനിക്കിട്ട് കഴിഞ്ഞിടത്തോളം മാക്സിമം ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ അവിടെ തന്നെ സ്റ്റാഫുകൾക്ക് ചാരിറ്റി വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാഫുകൾക്കായിട്ട് സ്പെഷ്യലി എന്ന് വെച്ചാൽ അവരെ കുടുംബത്തിൽ ആർക്കെങ്കിലും പിന്നെ അസുഖം വന്നതിന് മാരകമായ അസുഖം വന്നതിനെ കൂടെ കയ്യിൽ നിന്ന് സഹായിക്കാം. നമ്മൾ ഈ ചാരിറ്റി വേറെ ഒരാൾ ബാങ്കിലിടും. ഒരു മാസം ഇത്ര നിശ്ചിത സംഘം എന്നെ സ്റ്റാഫിന് വന്നാലും സഹായിക്കാൻ പറ്റും. കെയർ ചെയ്യണം. നമുക്ക് എനിക്കൊന്ന് 100 സ്റ്റാഫില്ലേ, 200 200 മേലുണ്ട്. കാരണം കടകൾ കുറേ ഉണ്ട്. പക്ഷെ അത് നഷ്ടത്തിൽ പോകുന്നുണ്ട്, ലാഭം പോകുന്നുണ്ട്, എല്ലാം ഉണ്ട്. അൽഹംദുലില്ലാ. എന്നാലും അള്ളാഹു ഒരു ആളുടെ കമ്പിൽ കൈ നീട്ടേണ്ടി വന്നിട്ടില്ല. കൈക്ക് നീട്ടി കൊടുത്തിട്ടേ ഉള്ളൂ. അതാണ് ആഗ്രഹമുള്ളൂ. സത്യം പറഞ്ഞതാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഈ വരൾച്ച സമയത്ത്, വെള്ളത്തിന് കുറച്ച് വരൾച്ച സമയത്ത് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന കാണാം. എന്തെന്ന് ശുദ്ധജല വിതരണം, അതായത് കുടിവെള്ളം വിതരണം ചെയ്യുന്നു. അപ്പോൾ അതിനൊരു പ്രചോദനം ബക്കർക്ക് എങ്ങനെ കിട്ടുന്നത്? ഞാൻ ഇവിടെ എല്ലാം കൂളർ വെച്ചിട്ടുണ്ട്. എല്ലാ പള്ളിയിലും വെച്ച് മദ്രസകളിൽ വെച്ച് ഞാൻ അവിടെ നിന്ന് അത് വലിയ ചരിത്രമാണ്. ഞാൻ ഈ അറബിപ്പുരം പുറത്തിറങ്ങിങ്ങനെ ജോലി കിട്ടില്ലേന്ന്. അങ്ങനെ ഈ പറഞ്ഞ ഇ പി കമ്പനി പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഏട്ടന് വേറെ 3-4 ആൾക്കാർ പോയതാണ്. ഒരു കമ്പനി പണിയിട്ട് ദിവസം 4 ദിനാർ. അപ്പോൾ ഷിവിൽ വന്ന് ഷിവിൽ കൊത്തിയിട്ട് ഇത് താണ്ടേ വെച്ചിട്ട് കുഴിക്കാൻ പറ്റുന്നില്ല, താന്നില്ല. ഇത് ഒന്നുമില്ലാണ്ട് കുഴിക്കാനാണ് പറഞ്ഞത്. ഷിവിലവിടെ വെച്ച് ഞങ്ങൾ ഒരു ദിവസം നടന്ന ഇവിടത്തേക്ക് അസാവിലേക്ക്. അപ്പം വെള്ളത്തിൽ ഇതായിക്കുന്നു, വിശക്കുന്നെല്ലാം ചെയ്യുന്നു. അപ്പോൾ പോയിട്ട് ഒരു കൂളർ കണ്ടിന് അവിടെ ഒരു വീട്ടിന് മുമ്പിൽ ആ വെള്ളം എടുത്ത് കുടിച്ചു. അത് എൻ്റെ ഓർമ്മയിൽ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾ റൂമിൽ പോയി 50 പൈസ കിട്ടി ഒരു പാക്കറ്റ് കുബൂസും വാങ്ങി ചായ ഉണ്ടാക്കി കുടിച്ച് പിന്നെ വേറെ അങ്ങനെ പോയി. അൽഹംദുലില്ലാ. ആ ഇതിലാണ് ഞാൻ കൂളർ വെക്കാൻ തുടങ്ങി ആദ്യം. ഇവിടെ ഉണ്ട്, അങ്ങാടിപ്പള്ളി എല്ലാം തന്നെ കീഴൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പറഞ്ഞ ദാഹിക്കുന്ന വെള്ളം കൊടുത്തേ പറ്റൂ. അപ്പം എൻ്റെ ഒരു ആശയം വന്ന് അപ്പം ഞാൻ ഒരാളെ വിളിച്ച് പറഞ്ഞു എനിക്കൊരു വണ്ടി വേണം. ഒരു 10 കൊല്ലം ഉണ്ടാവും, ഏകദേശം 10 വർഷത്തിൻ്റെ അടുത്തായി ഉണ്ടാവും. അങ്ങനെ വണ്ടി വാങ്ങി 4 ലക്ഷം ഉൾപ്പെടുത്തി വണ്ടി ക്യാഷ് കൊടുത്ത് വാങ്ങി. പിന്നെ അതിൽ ടാങ്ക് വെച്ചു. എല്ലാം കൊല്ലം കഴിഞ്ഞ കൊല്ലം വരെ കൊടുത്തിട്ട് 3 മാസം ഉണ്ടാവും. അതുകൊണ്ട് ശമ്പളം വണ്ടി പൈസ അതെല്ലാം ഞാൻ കൊടുക്കും. അതെനിക്ക് അതാണ് ഇല്ലാത്ത പ്രദേശം. അപ്പോൾ അത് ഭയങ്കര ഇതാണ്, ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം. അത് ഒരാൾക്ക് കുടിവെള്ളം കൊടുക്കാൻ തന്നെ ഉദ്ദേശിച്ചു. ഞാനൊക്കെ വെള്ളം ഉണ്ടാകുന്ന സമയത്ത് ചിന്തിക്കും. ഞാൻ തമിഴ്നാട് നല്ല ശ്രദ്ധിച്ച കാര്യങ്ങളാണ്. അവിടെ നിന്ന് വെള്ളം കിട്ടൂല, എളുപ്പമുള്ളല്ലേ. അപ്പോൾ അവരവസ്ഥ എന്താണ്? നമ്മളിവിടെ വെള്ളം തുറന്നിട്ടേക്കുക. എൻ്റെ മക്കളോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ നാട് തന്നെ അൽഹംദുലില്ലാ ഖൈറാണ്. നമ്മളെന്താ വെച്ചാൽ നമ്മളെല്ലാവരും നല്ലതായിരുന്ന നമ്മൾ നല്ലത് നിൽക്കും. പിന്നെ പോരായ്മയില്ലാത്ത ആരുമില്ല, എല്ലാവരും കുറച്ച് പോരായ്മയുണ്ട്. പിന്നെ ഞാൻ ജീവിതത്തിൽ തന്നെ കൊണ്ട് വൈകിട്ടെത്താൻ കാരണമുണ്ട്. കാരണം 8-9 വയസ്സ് പോകുന്ന ഏതിലൊക്കെ പോയിപ്പോടും, എല്ലാ മോശത്തിലും പോയിപ്പോടും. പക്ഷെ എൻ്റെ മക്കളെ ഞാൻ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തി എനിക്ക് അൽഹംദുലില്ലാ. ഞാനല്ല പഠിച്ചോണ്ട് ജീവിത അനുഭവം കൊണ്ട് നിങ്ങൾക്ക് അത് ശരിയല്ലാത്ത വഴിയാന്നുള്ളത് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടു. എല്ലാവർക്കും ബോധ്യപ്പെടും. കാരണം വെച്ചാൽ കുറ്റം ചെയ്യുന്നവർക്ക് അന്നേരം നല്ല സന്തോഷം കിട്ടും, കുറെ കഴിഞ്ഞവർക്ക് ദുഃഖം കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞുകൊണ്ട് വന്നത് കുവൈത്തിലെ കാര്യങ്ങളും നാട്ടിലെ തമിഴ്നാട്ടിലെ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരുപാട് പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്ക് കൂടുതലായിട്ട് കിട്ടേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയാം, ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറായിട്ട് ജീവിച്ചു, സമൂഹത്തിൽ ജീവിച്ചു. പിന്നീട് ഞാനതൊരു തിരിച്ചറിവുണ്ടായി എനിക്ക്.
തിരിച്ചറിവുണ്ടായി. അത് അള്ളാഹു തരുന്ന ഒരു ബർക്കത്താണ്. തീർച്ചയായും മനുഷ്യന് ബുദ്ധി കൊടുക്കുന്നത് തന്നെയല്ലോ. എന്തുകൊണ്ടെന്നല്ല, ചിലപ്പോൾ നമ്മൾ ചെയ്ത സേവനത്തിന്റെ ഭാഗമായിട്ടുള്ള പലരുടെയും പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, ബക്കർക്കയിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിച്ച ആളുകൾ, പക്ഷെ എന്നാലും ബക്കർക്കയെ പറ്റി എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ പറയുമോ, അള്ളാഹു ഓനിത്തിരി സദക്കൊക്കെ ചെയ്യുന്നു, എന്നാലും ഓൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അള്ളാഹു നന്മ കൊടുക്കട്ടെ എന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കും അല്ലേ, പ്രാർത്ഥിക്കും. അതുകൊണ്ട് തന്നെയാണ് ബക്കർക്ക ചിലപ്പോൾ ചെറിയൊരു വഴിവീഴ്ച ജീവിതത്തിൽ നിന്ന് മാറി അല്ലേ ചിന്തിച്ചത് നിങ്ങൾ എന്നെ സംബന്ധിച്ചോളം അങ്ങനെ അങ്ങനത്തെ തന്നെ. ഞാൻ ചെറുപ്പം തമിഴ്നാട്ടിലുള്ള സമയത്തുള്ള പ്രശ്നങ്ങൾ എൻ്റെ പറഞ്ഞു. അങ്ങനെ ചോരത്തിളപ്പിന്റെ ഒരു പ്രായം ഒരു ഭാഗമായിട്ട് അല്ലേ. അത് കാരണം വെച്ചാൽ നമുക്ക് പറഞ്ഞു തരാൻ ആളില്ലല്ലോ, സ്വതന്ത്ര ജീവിതം. അന്നേരം പിന്നെ ഒരു നല്ല ചീത്ത എന്ന് പറഞ്ഞു തരാൻ ആളുണ്ടെങ്കിൽ നമ്മളൊന്നും ആയി പോകില്ല. പക്ഷെ നമ്മൾ കുറേ മാറ്റങ്ങൾ വരുത്തി, ജീവിതത്തിന്റെ മാറ്റങ്ങൾ വരും. പിന്നെ പ്രായത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 വയസ്സിലും 35 വയസ്സിലും കൂട്ടുകാരൊക്കെ കമ്പനി കൂടുമല്ലോ. അതിപ്പം ഗൾഫിൽ പോയി എന്നാലും നമ്മൾ കുറേ കാലം അവിടെ നരകിച്ച് വന്നിട്ട് പിന്നെ നമുക്ക് ഒരു മാസം 3-4 മാസം കിട്ടുന്ന ഒരു എൻജോയ്മെന്റ് നമ്മൾ പോകും. പിന്നെ അത് നമ്മൾ മക്കളെല്ലാം അയക്കാൻ കഴിഞ്ഞാൽ നമ്മൾ എല്ലാം വയ്യോട്ട് വലിയ ഏതൊരു ആൾ വലിയാത്ത ആൾക്കാരുണ്ട്, കുറവാണ്, പക്ഷെ വലിയ ആൾക്കാരുണ്ട്. അപ്പോൾ ബക്കർക്കാക്ക് ഈ പുതിയ തലമുറയോട്, അതായത് നമ്മുടെ ഈ കോടിക്കലിലെ ചരിത്രം എന്ന ഡോക്യുമെൻ്ററിയിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പഴയ തലമുറയിലെ ജീവിതാനുഭവങ്ങളിലുള്ള ആളുകൾ പുതിയ തലമുറയ്ക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കാനുള്ളത്? എനിക്ക് പറയാനുള്ളത് മാത്രമല്ല, എൻ്റെ ചരിത്രം ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ഓർക്കുക. ഞാൻ ഇരിക്കുന്ന ഇപ്പം നല്ലൊരു ഇതിനുള്ള എന്നോട് ആരും വന്ന് ചോദിക്കുക പിടിക്കുകയില്ല, ഇവിടെ നാട്ടിൽ വലിയ പ്രമാണി എന്നുള്ള പേരെല്ലാം അങ്ങനെല്ലാം ഉണ്ടാവും, അതിൻ്റെ കൂടെ ദോഷപ്പേരും ഉണ്ടാവില്ല എന്നല്ല. പക്ഷേ ഞാനത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എൻ്റെ മെനക്കേടുണ്ട്, എൻ്റെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയത്. കാരണം അധ്വാനം ഉണ്ട്, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ത്യാഗം എന്തായിരുന്നു, എൻ്റെ മകന്മാർ പട്ടിണി കിടക്കരുത് എന്നുള്ളത്. ഒരാളൊക്കെ മുമ്പിൽ പോയി കൈ നീട്ടരുത്, അതിന് എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം എങ്ങനെ നയിക്കാം, കക്കാണ്ട് നയിച്ചിട്ടുണ്ടാക്കുക പൈസ. എന്നിട്ട് എൻ്റെ കുടുംബത്തിൽ പോയിട്ട് വീടെടുക്കുക. അതാണ് എനിക്ക് പുതുതലമുറ. കാരണം പുതുതലമുറ എന്ന് വെച്ചാൽ വെറും ടെലിഫോണ് മറ്റേത് അത് ഒന്ന് ഒരു ടെലിഫോണിൽ കുറയ്ക്കുക, ആവശ്യത്തിന് 1 മണിക്കൂർ 2 മണിക്കൂർ എടുക്കുക, ഒരു 5 മിനിറ്റ് എടുത്ത് നോക്കാം. അത് കഴിഞ്ഞാൽ അവർ ശരിക്കും കുടുംബത്തിന് ഓർക്കന്നെ വേണം, കുടുംബത്തിന് ഓർക്കണം. കുടുംബത്തിന് മറ്റ് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഥ പറയുന്നു കുടുംബത്തിൻ്റെ. ഇങ്ങനെ ബക്കറല്ലേ ഓനെങ്ങനെ ഓൻ്റെ ജീവിതം ഓൻ്റെ ചരിത്രം പറയുന്നുണ്ടല്ലോ, കീരട്ട അവസരവും അണ്ടി പുറത്തായ അവസരമൊക്കെ അന്ന് നമ്മൾ ഇടല്ലേ. അത് കഴിഞ്ഞിട്ട് കച്ചവടം ചെയ്ത കാര്യം പറഞ്ഞു, അന്നും കടൽ കച്ചവടം ഇതൊക്കെ ചെയ്ത കാര്യം പറഞ്ഞു, തമിഴ്നാട്ടിൽ പോയ കാര്യം പറഞ്ഞു, കുവൈത്തിൽ പോയി പറഞ്ഞു. അപ്പോൾ ഇതിലൊക്കെ ഒരു ചരിത്രമുണ്ട്, പാഠം മാത്രമല്ല എൻ്റെ അധ്വാനം വേറെ പോകും, പിന്നെ എൻ്റെ ഒരു മനക്കരുത്ത്. രക്ഷിതാക്കളില്ലാതെ വളരുന്ന ആളുകൾ കുറെ കൂടെ സപ്പോർട്ടാണ്. തീർച്ചയായിട്ടും എൻ്റെ സംശയം, എൻ്റെ മനസ്സിലൊരു എന്താ മുറാദ്യം വെച്ചു, എന്താ എൻ്റെ ഉമ്മകന്മാർ പട്ടിണി എടുക്കരുത്, നാളെ മുമ്പിൽ ഇറക്കരുത്, നാളെ മുമ്പിൽ ഇതാകരുത്, എന്ത് ടൈം കൊടുത്ത് നയിക്കുക, അന്നേരം നയിച്ചെന്ത് കിട്ടുന്ന അറിയാലോ. അങ്ങനെ ഒരു കഠിനാധ്വാനിയായി ആര് മാറിയാലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 1000 വട്ടം വിജയിക്കും. നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇവിടെ നിന്ന് ഒരു എന്തെങ്കിലും ഒരു വണ്ടി പഠിക്കണമെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഡ്രൈവ് പഠിക്കണമെന്ന് വെച്ചോ, അങ്ങനെ വേണ്ട പഠിക്കേണ്ടത് അത് പഠിച്ച് അതിൽ നിന്ന് വലിയ വണ്ടി പഠിക്കും, അതിൽ നിന്ന് വലിയ വണ്ടി പഠിക്കും. അങ്ങനെ ഓരോ നമ്മൾ വേറെ രാജ്യത്തൊക്കെ പോയി ഇങ്ങനെ ശമ്പളം കൂടുകയും കുറേയൊക്കെ ചെയ്യുന്നങ്ങനല്ലേ. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും അതിൽ ചെറിയ ബിസിനസ് കൊണ്ടിട്ടിട്ട് അവിടെ നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നു അല്ലേ. ഇന്ന് നമ്മളിവിടുന്ന് പോകുമ്പോൾ ഒരു പാസ്പോർട്ടായിട്ടാണ് പോകുന്നത് അല്ലേ. അതിൽ നിന്നാണ് നമ്മൾ അധ്വാനമുണ്ട്. നമ്മൾ പൊടിക്കാറ്റ്, ചൂട്, പിന്നെ തണുപ്പ് എല്ലാം കൊണ്ടിട്ടല്ലേ നമ്മൾ വളരുന്നത് അവിടുന്ന്. അപ്പം നമ്മളെ വേദന എത്ര ഉണ്ടാവും ഒരു കുടുംബത്തിന് പുലർത്താൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ ത്യാഗം ചെയ്യുന്ന ഞാനിപ്പം പറയും, പിന്നെ ഇങ്ങനെ നടക്കുന്നവർക്കല്ല സ്വർഗം, പ്രവാസികൾക്കല്ല ആദ്യം സ്വർഗം കൊടുക്കാന്ന്. പ്രവാസികൾക്കല്ല ആദ്യം സ്വർഗം കൊടുക്കുക. അത് നിസ്കാരവും കാര്യങ്ങളും കൂടി പിന്നെ പറയും വേണ്ട. കാരണം പ്രവാസി എന്ന് വെച്ചാൽ അത്രയും ത്യാഗം ചെയ്യുന്ന മനുഷ്യരാണ്, ത്യാഗം ചെയ്യും, സഹായ മനോഭാവം. കാരണം അത് അബ്ദാനം കൊണ്ട്. അതായത് 1 ലക്ഷം രൂപ കടമുള്ള ഒരാള് 50,000 രൂപ കടമുണ്ടെന്ന് പറഞ്ഞ് കരച്ചിൽ ഇവന്റെ 1 ലക്ഷം രൂപ നോക്കുന്നില്ല. അതെല്ലാം തന്നെ എൻ്റെ ഞാൻ പറഞ്ഞത്. ഇപ്പൊ പണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ 3 കൊല്ലം 3.5 കൊല്ലം കഴിഞ്ഞാൽ നാട് പിടിക്കുക. ഒരു കത്ത് വരണം മാസം കഴിയും, കുടുംബം എന്തായെന്ന് അറിയില്ല. അവൻ അധ്വാനിച്ചിട്ട് വേണം അവൻ്റെ പെങ്ങളെ കെട്ടിക്കാൻ, വീടെടുക്കുക, പിന്നെ മരുമകളെ കെട്ടിക്കാൻ, ഇതൊക്കെ ചെയ്യേണ്ട കാലഘട്ടങ്ങൾ. അപ്പോൾ ആ മനോഭാവം ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ വിജയിക്കാൻ കാരണം. ഇപ്പോഴത്തെ മക്കളെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക, അതെല്ലാം നമ്മൾ പഠിപ്പിക്കണം മക്കളെ. അങ്ങനെ മക്കളോട് പറയാം, പുതിയ തലമുറ എന്തായാലും എൻ്റെ ഒരു ഉപദേശം തലമുറയോട് പറയുന്നത്, അവരോട് ഞാൻ യാചിക്കാൻ തന്നെ പറയാം. അവർ ചെയ്യേണ്ടത് നമ്മൾ പഠിക്കുക, അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും അധ്വാനിക്കുക. ടെലിഫോണിൽ നിന്ന് കുറച്ച് മാറിക്കുക. ചിലപ്പോൾ ദിവസം 1 മണിക്കൂർ ആയിക്കോട്ടെ, 1/4 മണിക്കൂർ കൊണ്ട് ചെയ്യാം. അല്ലാതെ വെറും ടെലിഫോൺ എന്ന് പറഞ്ഞ ജീവിതം കുടുംബം ഉണ്ടാവില്ല. സമയം ചടച്ച് തീർക്കാം, സമയം പോകാത്തോണ്ട് തീർപ്പിക്കുക. അന്നേരം കൊണ്ട് പുറത്തുള്ള 2 ചെടി കളിച്ച് വെച്ചാൽ അതിന് മണ്ണിട്ട് തക്കൂല, അതുകൊണ്ട് കിട്ടുമല്ലോ. ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പാർട്ട് ടൈം ജോലിക്ക് പോവുക ചെയ്യാലോ, പാർട്ട് ടൈം ചെയ്യാലോ. ചെയ്യുന്ന മക്കളുണ്ടായില്ല എന്നല്ല.
എല്ലാതെ മക്കളോട് പറയണം, നിങ്ങൾ എൻ്റെ മക്കളിപ്പോൾ ഉണ്ടായി, ഇനി എൻ്റെ മക്കളാവും, എൻ്റെ മക്കൾക്ക് മക്കളാവും. അപ്പോൾ അവരൊക്കെ പിന്നീട് ഈ കഥ ഓർക്കും. തീർച്ചയായും. ഇപ്പോൾ ബക്കർക്ക എത്രയോ വർഷങ്ങളായിട്ട് വളരെയധികം ത്യാഗജീവിതം നയിച്ച ആളാണ് കുവൈത്തിലും. തീർച്ചയായും 42 വർഷം കഴിഞ്ഞു ത്യാഗജീവിതം നയിച്ചാണ്. അതിന്റെ റിസൾട്ടാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എൻ്റെ കുടുംബം അനുഭവിക്കുന്നു. ഞാൻ വളരെ കൊള്ളേറെ എൻ്റെ കുടുംബം അനുഭവിക്കുന്നുണ്ട്. ആ ദൗത്യൻ്റെ മക്കളും ഏറ്റെടുത്തു കഴിഞ്ഞു. എൻ്റെ 2 ആൺകുട്ടികൾ അവിടെ നിന്ന് പണിയെടുക്കാനും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞു. ചെറിയ പ്രായത്തിൽ തന്നെ ഏറ്റെടുത്തു. പല സമാധാനമുണ്ട്. ഇപ്പം വീണ്ടും പുതിയ തലമുറക്ക്, അതായത് ഗൾഫിലേക്ക് ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കും അല്ലാത്ത പുതിയ തലമുറക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക്? സന്ദേശം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പോയി കഴിഞ്ഞാൽ 2-3 വർഷമൊക്കെ നിന്നിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കുക. നാട്ടിൽ വന്ന് പോയിട്ട് 6 മാസം കൊണ്ട് തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നിട്ട് പിന്നെ നാട്ടിൽ വന്ന് വലിച്ചു പോക്കല്ല. ആ 3 കൊല്ലം പണിയെടുത്ത പൈസ എത്രയാലും ബാലൻസ് ഉണ്ടാവില്ലേ. വന്ന് കല്യാണം കഴിക്കുന്നില്ല വീണ്ടും 2 വർഷത്തിൽ പോയി കുറച്ച് പൈസ സ്വരൂപിക്കുക. പിന്നെ വീട് എടുക്കുക. സ്വർണ്ണമാണ് സ്വന്തം കൈയോട് വേണ്ട ഒരു കല്യാണം കഴിക്കാൻ ആരോടും കടമായിട്ട് പിന്നെ അത് വീട്ടാൻ തന്നെ നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അവർ അധ്വാന മനോഭാവം ഉണ്ടെങ്കിൽ എല്ലാം വിജയത്തിലേക്ക് പോകും. അധ്വാനം എനിക്കത് ചെയ്യണം എന്നുള്ളൊരു ഇത് വേണം മനസ്സിൻ്റെ ഉള്ളിൽ. ഒരു മുറാദ് നീയത്ത് വേണം. നീയത്തുണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ പറ്റും. അല്ലാണ്ട് ഇത് കുറച്ച് പണിയെടുത്താൽ പിന്നെ നമ്മൾ വിചാരിക്കും ഒരു മുതലാളിൻ്റെ കൂടെ ജോലി ചെയ്യുമ്പോൾ ഇയാൾക്ക് എന്തിനാപ്പം നയിക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷെ അവൻ്റെ കഷ്ടപ്പാട് നമുക്ക് മാത്രമേ അറിയൂ. അപ്പോൾ പണിയെടുക്കുന്നതിന് അത് നമ്മൾ കൃത്യമായിട്ട് അതിന് വേണ്ടേ ചെയ്യാൻ. ഇത് ഞാൻ ജോലി ചെയ്തിട്ട് എൻ്റെ മക്കളെ തിന്നുന്നു, എൻ്റെ മക്കളും കുടുംബവും തിന്നുന്നുണ്ടല്ലോ, അത് ഹലാലായിക്കോട്ടെ എന്നൊരു രീതിയത്ത് മാത്രം വെച്ചാൽ മതി. ചില വ്യക്തികളാണ് അതെല്ലാവരും ചില വ്യക്തികൾക്ക് എന്താണ് ആർക്ക് വേണ്ടി നമ്മളെ അധ്വാനിക്കാൻ 12 മണിക്കൂർ ഓലി കിടന്നുറങ്ങി പൈസ തിന്ന് ചോറ് തിന്ന ആ നീയത്തെ പാടില്ല. ഞാൻ ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് ചരിത്രത്തിൽ പറഞ്ഞൊരു കഥ ഉണ്ടല്ലോ. ഒരു മുതലാളി വന്നിട്ട് ഒരു ദിവസം ശമ്പളം കഷ്ടം വന്നത് ഒരു സ്ഥാനം വേസ്റ്റാക്കുമല്ലോ, എല്ലാം എടുത്ത് വെക്കും. അപ്പോൾ ആ നീയത്തോട് ചിന്തിച്ചാൽ ഞാൻ ഇപ്പോൾ എൻ്റെ സ്റ്റാഫുകളൊക്കെ കഥ പറഞ്ഞു കൊടുക്കുക. ആ നീയത്തെ നമ്മൾ ചിന്തിച്ചാൽ അത് നമ്മൾ ഓട്ടോമാറ്റിക് ഓർത്തു. ദുനിയാവിൽ ഒരുത്തും മാത്രമല്ല വരാം. ഞാനും ഏതൊന്നും കുറേ പിന്നെ ഒരു താഴ്ച ഉണ്ടാവും. പിന്നെ കിട്ടിയോ എനിക്ക്. അപ്പം നിങ്ങളെല്ലാം പുതിയ തലമുറ വരുന്നേ ഉള്ളൂ. പ്രവർത്തിക്കുക. ആവശ്യം കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ അധ്വാനിച്ച് നമുക്ക് കിട്ടും. ഒന്നിലൊന്ന് കിട്ടും. അതായത് പ്രവാസ ലോകത്ത് കഠിനാധ്വാനവും ത്യാഗവും ചെയ്താൽ എന്തായാലും വിജയം ഉണ്ടാവും. ഉറപ്പാണ്. നിങ്ങൾക്കും അറിയാലോ, നിങ്ങളിപ്പോൾ അവിടെ ജീവിച്ച മനുഷ്യനല്ലേ. നിങ്ങളിപ്പം നിങ്ങൾ ആദ്യം നിന്നാൽ തന്നെ ഇങ്ങനെ നിൽക്കാൻ ഇപ്പോൾ അവിടെ നിൽക്കുന്നുണ്ടാവും. പിന്നെ നിങ്ങൾ മടുത്തിട്ട് പോകുന്നുണ്ടാവും. ഇപ്പം നിങ്ങളെ മക്കളും കുടുംബം സന്തോഷമായി ജീവിക്കുന്നില്ലേ? അന്യന്മാരോടൊന്നും ജീവിക്കുന്നില്ലേ? നിങ്ങൾ ഇത്ര ആൾ കൊണ്ടുപോയി അവിടുന്ന് അവരൊക്കെ സുഖ സന്തോഷം ജീവിക്കുന്നില്ലേ? അവർക്ക് വേണ്ട സഹായം ചെയ്ത് കൊടുക്കുന്നില്ലേ? നാട്ടുകാർക്ക് സഹായിക്കുന്നില്ലേ? അൽഹംദുലില്ലാ, അതിനെല്ലാം വലിയൊരു ഖൈറല്ലേ. എത്ര സംതൃപ്തി കിട്ടുന്നുണ്ട് മനസ്സിന്. സന്തോഷം കിടന്നുറങ്ങുമ്പോൾ കിട്ടുന്നില്ലേ? അതിന്റെ പിന്നിലൊക്കെ ബക്കർ സാഹിബിന്റെ ബക്കർഖാന്റെ ഒരു ചെറിയൊരു സന്തോഷം എല്ലാവരും. അതെല്ലാം ഞാൻ അള്ളാഹു അത് ഒരു നിമിത്താണ് എല്ലാത്തിനും. ഞാൻ പോയ കഷ്ടം പറഞ്ഞില്ലേ, ഞാൻ പോയ പ്രീവിയസ് പോയിട്ട് 60 പേര് പണിയെടുത്താണ്. പ്രീവിയസ് എന്ന് പറഞ്ഞിട്ട് പോയി അന്ന് 1000 ഉറുപ്പിക എടുത്തു. അന്നത്തെ 1000 ഉറുപ്പിക ഭയങ്കര പൈസ. അപ്പം പിന്നെ 30 ദിനാറിനെയും 250 കൂട്ടിയൊക്കെ എത്ര ആയിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ത്യാഗം കൊണ്ട് പിടിച്ചു നിന്നു. എനിക്ക് ഒരു മാസം 1000 ഉറുപ്പിക കുറവാണ് ശമ്പളം. 250 ഉറുപ്പിക എന്തില്ല സന്തോഷം. കാരണം എൻ്റെ ഒരു സഹോദരനെ പോലെ കണക്കാക്കിയിട്ട് ബക്കർക്ക എന്ന് പറയുന്നു. തീർച്ചയായിട്ടും അത് എനിക്ക് പറയാനുള്ള അവകാശമുണ്ട്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ബക്കർഖാൻ്റെ ഈ വീടിന് പെയിൻ്റ് അടിയായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്നത്. അതുവഴി എനിക്ക് ഒരു ഉപജീവന മാർഗം തേടിത്തന്ന ഒരാളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ എപ്പോഴും എന്നെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രാർത്ഥന തന്നെ തിരിച്ച് എൻ്റെ പ്രാർത്ഥനയും ഉണ്ടാവും. കാരണം എൻ്റെ കൂടപ്പുറപ്പിനെ പോലെയാണ് കാണുന്നതും. 25 വർഷമായിട്ടും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അങ്ങോട്ടും ഇങ്ങനെയ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. നമ്മളെ അറിയില്ല. കാരണം നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മളെ ഈ സ്നേഹം നമുക്ക് അന്നേരം കിട്ടൂല, അത് കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബക്കർഖാനെ വളരെ അടുത്തിട്ട് ബക്കർഖ എന്ന് വിളിച്ചിട്ട് തന്നെ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും സന്തോഷമുള്ളതാണ്. എൻ്റെ സന്തോഷമുള്ള ബക്കർഖ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കൂടെ പറപ്പായില്ലേ, മൂത്തേട്ടനായില്ലേ. അതിന്റെ കൂടെ നമുക്ക് വേറൊന്നും വേണ്ടല്ലോ. ജീവിതത്തിൽ ഏറ്റവും വേണ്ടിയ സ്നേഹമല്ലേ. അതില്ലാത്തടത്തൊന്നും ഉണ്ടാവില്ല.